ദൈവവചനത്തിൽ നിന്ന് ഈ രാത്രി നമുക്ക് അല്പസമയങ്ങൾ ചിന്തിക്കാം. അതിനെ അടിസ്ഥാനമായിട്ട് നമ്മൾ വായിച്ചത് എല്ലാവർക്കും പരിചിതമായ ചില വേദഭാഗമാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്തുകളാണ് നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ ആ വാക്യങ്ങളൊന്ന് വായിച്ച് സഹായിക്കണം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ നടക്കുവാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അതിനാൽ തുറന്നോടൊപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ഈ കണ്ണിക പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉപദേശ വിഷയമാണ് ഈ കണ്ണികയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. പുതിയ നിയമത്തിലെ വിശേഷിച്ച് പെന്തിക്കോസ്ത് ഉപദേശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഈ കണ്ണികക്കകത്ത്. അത് മറ്റൊന്നുമല്ല, ആത്മനിറവ്. ആ വലിയ ഉപദേശം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആത്മനിറവ്. അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, ആത്മാവ് നിറഞ്ഞവരായി. സമയമുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ട് നമ്മൾ പ്രവേശിക്കും. അതിന് മുമ്പ് വേറൊരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ആ ഭാഗത്ത് നിന്ന് ചില കാര്യം പറഞ്ഞ് സമയം അനുവദിക്കുകയാണെങ്കിൽ ആത്മനിറ വന്ന വിഷയത്തിലും കൂടെ 1-2 കാര്യങ്ങൾ പറയുവാനാ കർത്താവിൽ ആശിക്കുന്നത്. അത് സമയവും നിങ്ങളുടെ ഇരിപ്പും അനുസരിച്ച് നമുക്ക് പോകാം. വചനത്തിന് ശക്തിയുണ്ട്. വചനം കടന്നു വന്ന് അത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ആട്ടെ, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾക്കറിയാം, ലേഖനങ്ങളുടെ റാണിയാണ് എഫേസ്യ ലേഖനം. മലയാള ഭാഷയിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എന്തുവാന്ന് എനിക്കറിയത്തില്ല. എന്തുവാ? ആയിക്കോട്ടെ, ഞാൻ മലയാളത്തിലായിരിക്കും പറഞ്ഞത്. നിങ്ങൾ ഇംഗ്ലീഷും പറഞ്ഞു, അതിന് എതിരൊന്നുമില്ല. ഹിന്ദിയിലും പറഞ്ഞു. അപ്പോൾ 21 ലേഖനങ്ങളുടെ റാണിയാണ് എഫേസ്യ ലേഖനം. ഈ ഓൺലൈനിലുള്ളവർക്ക് ക്ലിയർ ആകുന്നുണ്ടോ? ഉണ്ട്. അവിടെയും കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ കേൾക്കാമോ? ചോദിച്ചു. പൊടിക്കൂടെ പിന്നെയും കേൾക്കുകയെന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ ഓക്കെ ആണോ? ഇനി ശ്രദ്ധിച്ചാട്ടെ. ഈ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് നമ്മുടെ ശുശ്രൂഷ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ദൈവമക്കളുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ശുശ്രൂഷ ഇല്ലെങ്കിൽ അവരുടനെ വിളിച്ച് ചോദിക്കും. അവര് ദൂരൊക്കെ ജോലിയുള്ളവരും മറ്റ് ബന്ധപ്പാടുള്ളവര് ഒക്കെ ഇത് കാണുന്നവരുണ്ട്. അപ്പൊ അവർ കൂടിയ അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ കൂടെ 10-100 പേരെങ്കിലും കാണും. 10-200 പേരുണ്ട്. ഇച്ചിരി കൂടും, ഇച്ചിരി കഴിയുമ്പോൾ പിന്നെയും കൂടും. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോന്ന് അവര് കണ്ടോണ്ടിരിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാ ഇതുവരെ നിൽക്കുന്നത്. ഇനിയെല്ലാം നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും വീണ്ടും അപേക്ഷിക്കുക. ആട്ടെ, അപ്പം 21 ലേഖനങ്ങൾ, അതിന്റെ റാണിയാണ് എഫേസ്യ ലേഖനം. ഈ എഫേസ്യ ലേഖനം
ലേഖനങ്ങളുടെ റാണിയാകാൻ പല കാരണങ്ങളുണ്ട്. ചുമ്മാതെ റാണിയാകുകയല്ലോ. ആവോ? നിങ്ങളെ ആരെങ്കിലും ഇതൊരു റാണിയാക്കിയോ? വേണ്ടുകയല്ല. ഇല്ല. അപ്പൊ റാണിയാകണമെങ്കിൽ അതിന് ഒരു സുഭാഗത്ത് ഞാൻ റാണിയാണെന്ന് പറഞ്ഞാടുന്ന ആരും മൈൻഡ് ചെയ്യുകയല്ല. അപ്പം ഈ ലേഖനങ്ങളുടെ റാണിയാകാൻ പല കാരണങ്ങളിൽ ഒരു കാരണം ധന്യനായ പൗലോസിന്റെ ആഴമേറിയ ഈടുറ്റ 2 പ്രാർത്ഥന ഈ ലേഖനത്തിലാണ്. 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയും 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയും ആ 2 ഖണ്ഡികയിൽ ധന്യനായ പൗലോസിന്റെ ഈടുറ്റ ആഴമേറിയ ശ്രേഷ്ഠമേറിയ 2 പ്രാർത്ഥന ഈ ലേഖനത്തിലാണ്. 1-ാമത്തെ പ്രാർത്ഥനയൊന്ന് വായിച്ചോ. 1-ന്റെ 15 മുതൽ. കറണ്ട് പോയോ? അനന്തമത്തെ ഞാൻ നിങ്ങൾക്ക് കർത്താവാകുന്ന യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ എന്റെ പ്രാർത്ഥന ഓർത്ത് സ്തോത്രം ചെയ്ത് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് അവന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചിട്ട് വീഴാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഒരു പ്രാർത്ഥന. അത് വളരെ ആഴമേറിയ പ്രാർത്ഥനയാണ്. ഇനി 3-ാം അധ്യായത്തിന്റെ 14 മുതൽ വായിച്ചേ. 1-ന്റെ 15 മുതൽ ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്കൂടെ അവസരം തരിക. നിങ്ങൾ വായിച്ചു. എല്ലാ നിറവിനോളും. അപ്പോൾ ഇത് 2 പ്രാർത്ഥന. ഈ 2 പ്രാർത്ഥന എഫേസ്യ ലേഖനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ 2 പ്രാർത്ഥനയെ ശ്രദ്ധിച്ചോ. എന്റെ വിഷയം അതല്ല. ഭൗതികമായ, ലൗകികമായ, ദൃശ്യമായ അല്ലെങ്കിൽ മെറ്റീരിയലായ ഒരു വിഷയത്തിനും പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥന മുഴുവൻ ആത്മീക വിഷയങ്ങൾക്ക് ഉന്നം വെച്ച അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് മനുഷ്യന് ഊന്നൽ കൊടുത്തു. പൗലോസിന്റെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയും തമ്മിൽ അജഗജാന്തരമാണ്. പഴമക്കാർ പറയും കടലും കടലാടിയും പോലെ. കേൾക്കുമ്പോൾ ഒന്നാന്ന് തോന്നും, ഇല്ലേ? കടലും കടലാടിയും രണ്ടും രണ്ടാ. പണ്ടൊരാൾ പറഞ്ഞ പോലെ പോത്ത് വേറെ പോത്തൻ വേറെ. കേൾക്കുമ്പോൾ ചോദിക്കും, തോന്നും ഒരുപോലെ പോത്താന്നോ പോത്തൻ? അല്ല. മേരി വേറെ മൂരി വേറെ. കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നും മേരിയും മൂരിയും. രണ്ടും രണ്ടാ, സ്വഭാവം രണ്ടാ. അതെ അതെ, സ്തോത്രം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും പൗലോസിന്റെ പ്രാർത്ഥനയുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. എനിക്കൊരു ചെറിയ പ്രയാസമുള്ളതുകൊണ്ട് അല്പശാന്തമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞതിന് കുഴപ്പമില്ലല്ലോ. അത് കുറച്ചുകൂടെ ഒന്ന് ഇളകണോ? ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും പൗലോസിന്റെ പ്രാർത്ഥനയായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച്, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് അകത്തെ മനുഷ്യനെ ഊന്നൽ കൊടുത്താണ് പ്രാർത്ഥന. ഞാൻ ഒരു കാര്യം മാന്യ ദൈവമക്കളോട് പറയാം. ആത്മീക വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അതിന് പ്രാധാന്യത കൽപ്പിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയാൽ എൻ്റെ നിങ്ങളുടെയും ഭൗതിക വിഷയം ദൈവം നടത്തിക്കോളും. എന്നാൽ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ സമയം കണ്ടെത്തി പ്രാർത്ഥിച്ചു പോയാൽ പല കാര്യം നടക്കത്തുമില്ല, അകത്തെ മനുഷ്യൻ ക്ഷീണിക്കുകയും ചെയ്യും. സ്തോത്രം.
നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ അറിയുന്നവനാ ദൈവം. അതെ, ചിലരെ തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല. കർത്താവേ, നിനക്ക് അറിയത്തില്ലയോ? എല്ലാം അറിയാം. പിന്നെ നമ്മൾ അങ്ങനെ ഒന്നുകൂടെ പറയുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം ഉണ്ട്. അത് പറയേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ പരല് വിറ്റ പോലെ പറഞ്ഞു. നിന്റെ മുഴുവൻ വിഷയങ്ങളും അറിയുന്നവനാ ദൈവം. ഞാൻ പറയാനുണ്ട്, ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഒക്കാതെ വരും, വാക്കുകൾ കിട്ടുകയില്ല. ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോഴേ, കുഞ്ഞുങ്ങൾക്ക് അതുപോലെ കഠിനമായ രോഗം, ഭാര്യയ്ക്ക്, ഭർത്താവിന് കടഭാരം, ബുദ്ധിമുട്ട്, അതുപോലെ ചില രൂക്ഷമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലർക്ക് ഒരുപക്ഷെ വാചകം കിട്ടിയില്ലെന്നും വരാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളില് നീ ഒരു ദീർഘശ്വാസം വിട്ടാ മതി. അയ്യോ, അത് ചില സഹോദരിമാര് അല്ലെ സഹോദരന്മാരും ഒക്കെ എനിക്കും അനുഭവമുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പല വിഷയങ്ങൾ ഇങ്ങനെ ചിന്തിക്കും. ചിന്തിച്ച് ഒറ്റയ്ക്കിരിക്കുമ്പോഴാ ചിന്തിച്ച് അപ്പൊ ചില സന്ദർഭത്തിലും ചിന്തിച്ചു ദൈവം കേൾക്കും. ദാവീദ് ഇതിനോട് കിടപിടിക്കുന്ന ഒരു പ്രയോഗം പറഞ്ഞു, എന്റെ ഞരക്കത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി അതിവേദനയോടെ ഭാരത്തോടെ പലവിധ വിഷയങ്ങൾ ഞരങ്ങി ഈ രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഇതിനകത്തോ ദൂരത്തിരുന്നോ എന്നെ കേൾക്കുന്നെങ്കിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ ഉറപ്പിച്ചു പറയാം, നിന്റെ ഞരക്കം അറിയുന്ന ഒരു ദൈവമുണ്ട്. ദീർഘശ്വാസം മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം അത്ഭുതം ചെയ്യും. അപ്പോൾ ആത്മീകത്തിന് പ്രഥമസ്ഥാനം കൊടുത്തൊന്ന് പോയേ, നമ്മുടെ ഭൗമിക വിഷയങ്ങളും എല്ലാം ദൈവം പരിഹരിക്കും. ഇന്ന് രാത്രി എല്ലാരെയും അംബാനിയാക്കുമെന്നല്ല ഈ പറഞ്ഞത്. അല്ല, ചിലരെ ആക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഇതൊന്നും അസാധ്യമല്ലല്ലോ. സ്തോത്രം. ദൈവം നമ്മെ സൂക്ഷിക്കും. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. നമുക്കറിയാം, എഫീസ്യ ലേഖനം 6 അധ്യായമാണ്. വേഗത്തിൽ പഠിപ്പാൻ ഓരോ അധ്യായത്തിലും ഓരോ വിഷയമായിട്ട് തരംതിരിച്ച് പഠിക്കുന്നത് ഉചിതമാണ്. ഓരോ അധ്യായത്തിൽ ഒരു വിഷയമൊന്നുമല്ല, 9 അല്ല, 19 അല്ല, 50 അല്ല. പിന്നെ നമുക്ക് പെട്ടെന്നൊന്ന് അപകീർത്തിക്കാൻ വേണ്ടി 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. 2-ാം അധ്യായത്തിൽ തെരഞ്ഞെടുത്ത് നമ്മളെ കൈവിട്ടില്ല, സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. 3-ാം അധ്യായത്തിൽ അപ്രമേയ ധനം, ആർക്കും അറിയാഞ്ഞ മർമ്മം നമുക്ക് ദൈവം വെളിപ്പെടുത്തി. 4-ാം അധ്യായത്തിൽ ദൈവസഭയുടെ 5 വിധത്തിലെ ശുശ്രൂഷക വൃന്ദം. 5-ാം അധ്യായത്തിൽ ഓർപ്പിച്ചുള്ള പ്രധാനപ്പെട്ട വിഷയം ആത്മനിറവ്. 6-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം. ഇങ്ങനെ 6 അധ്യായവും തരംതിരിച്ച് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓർപ്പിച്ചല്ലോ, 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഒരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്നപ്പോൾ അവിടുത്തെ സ്നേഹത്താൽ അവിടുന്ന് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു. നാം ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തതാ. യോഗ്യത ഉള്ളത് കൊണ്ട് തെരഞ്ഞെടുത്തതല്ല, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ് തെരഞ്ഞെടുത്തത്. ചില ആൾക്കാരുടെ യോഗത്തിനുള്ള ഇരിപ്പും ഭാവവും ആ നോട്ടവും ഒക്കെ കണ്ടാൽ അവരുടെ ചിന്താഗതി, എന്നെ തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ സ്വർഗത്തിൽ വലിയ സ്തംഭനം ഉണ്ടായേനെ. ചിലരുടെ ഇരിപ്പ് കാണുമ്പോ അങ്ങനെ, ഞാൻ ഒരാൾ വന്നതുകൊണ്ടാ സ്വർഗം ഇപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം. മോനെ, നിങ്ങൾ ഇച്ചിരി ഇങ്ങോട്ട് കയറിയിരുന്നു ഇരിക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യും, നമ്മൾ ഇങ്ങോട്ട് എഴുന്നേറ്റേക്ക് ഇവിടെ വന്നിരിക്കാവോ? ഇന്നത്തേക്ക്. ഞാൻ പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വന്നിരിക്കരുത്. ഇന്നത്തേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറിയിരിക്കുന്നു. ഇനി ആരെങ്കിലും വരികയാണ്, മോനിഞ്ഞു പോരും, അവിടെ നോക്കുവൊന്നും വേണ്ട സ്ഥലം, ഇഞ്ഞു പോരും. ഇനി ആരെങ്കിലും വരികയാണ്, ഇനി അകത്തോട്ട് വിടാം, ഇവിടെ സ്ഥലവും. ഇനി ആരെങ്കിലും വരിക, വരികയാണ്, നമുക്ക് പരിഹാരം ഉണ്ടാകും. എന്തുവാ രണ്ടുപേരോട് പറയാം?
ഏതാണ്ട് പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടെ പെട്ടെന്ന് പറഞ്ഞു, അന്നേരം പിന്നെ അത് കഴിഞ്ഞ് പറയാം. മാറ്റി അത് പറ, പെട്ടെന്ന് പറഞ്ഞു. എനിക്കറിയാൻ പറയുമെന്നാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, നാം ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണ്. യോഗ്യത ഉള്ളത് കൊണ്ടല്ല തെരഞ്ഞെടുത്തത്, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ്. എന്തിനാ തെരഞ്ഞെടുത്തത്? ഫലം കായ്ക്കാന്. കായ്ച്ച് കുറച്ച് കഴിഞ്ഞ് പട്ടുപോകാനല്ല, നിലനിൽക്കണം. സ്തോത്രം. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. 1:4 വായിച്ചേ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അവിടെ എഫേസ്യ ലേഖനത്തിൽ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നാ. സങ്കീർത്തനക്കാരന്റെ ഭാഷയിലൊക്കെ പറഞ്ഞ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, വേറൊരു ഭാഗത്ത് പിണ്ണാകാരമാകുന്നതിന് മുൻപ്. യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത് ഇതൊന്നുമല്ല, യുഗാരംഭത്തിന് മുമ്പ്. എം.എ. ചെറിയാച്ചൻ ഒരു പാട്ടും പാടുകയായിരുന്നു. ആദിയുഗങ്ങൾ തുടസമായതിൻ മുൻപേ, തുടസം ആയതിൻ മുൻപേ, ആദി പരാപാപികളെ ഓർത്ത നിന്നൻപേ, ആശ്രയമാതാണെനിക്കുള്ള ആശയിൻ കൂമ്പേ, ദിവ്യ കാരുണ്യകാമ്പേ, ദിവ്യ കാരുണ്യകാമ്പേ, മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മകാത്ഭുതമേ കാൽവരിയിൽ മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം, തിരുസഭയെ തന്നിണത്താൽ വാങ്ങുകയെന്നോ, നിന്നത്താൽ വാങ്ങുകയെന്നോ, തിരുസഭയെ തന്നിണത്താൽ വാങ്ങുകയെന്നോ, നിന്നത്താൽ, തിരുഹിതത്തിൻ നിർണയങ്ങൾ ഈ വിധമെന്നോ, തിരുകൃത നിർണയങ്ങൾ ഈ വിധമെന്നോ, തിരുഹൃദയം ഏഴകൾക്കായി തകരുകയെന്നോ, ദൈവം കൈവിടുകെന്നോ, ദൈവം. മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മകാത്ഭുതമേ മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം, അപ്പൊ യുഗാരംഭത്തിന് മുന്നേ ദൈവം നമ്മെ കണ്ടതാ. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, അബദ്ധപ്പെട്ട് ഇതിനകത്ത് വന്നതല്ല, അക്കിടി പറ്റി കയറിയതല്ല, ദൈവം നമ്മെ മുന്നമേ കണ്ടതാ. പണ്ട് ഒരുത്തനോട് ചോദിച്ചു, എങ്ങനെയാണ് ആ സ്നാനപ്പെട്ടോ? പറഞ്ഞ് കാല് തെറ്റി വെള്ളത്തിൽ പോയതാണ്. കൽക്കട്ട എന്നപ്പോ കാല് തെറ്റി അങ്ങനെ വീണവര് കാണും. പണ്ട് മേക്കാട്ടി വേവിച്ചാൻ ഒരാളെ സ്നാനപ്പെടുത്തി മുക്കിയപ്പം അവൻ പൊങ്ങി വെച്ച് വരെ തൂക്കാടെല്ലാം തീർന്നല്ലോ എന്ന് ചോദിച്ചു. ഇവരുടെ അടുക്കല കണ്ണാട്ടിപ്പുഴ ഒരാളെ മുക്കിയപ്പോൾ അവനെ ഉണ്ടായിട്ട് അക്കരയ്ക്ക് തന്നെ പോയി. മുങ്ങിക്കഴിഞ്ഞാൽ പൊങ്ങി വെച്ച് കാര്യമൊക്കെ പറഞ്ഞ് കരയ്ക്കോട്ട് കയറണ്ടേ, അവന് പിന്നെ ഒരു മുങ്ങിട്ട് കണ്ണാട്ടിപ്പുഴ കറിയാക്കുട്ടിയുടെ അവിടെ കണ്ടാ പോയെന്ന് അറിഞ്ഞു. ഇത് അബദ്ധമൊന്നും പറ്റിയതല്ല, അക്കടി പറ്റിയതുമല്ല, ദൈവം നമ്മെ മുന്നമേ കണ്ടതാണ്. അതുകൊണ്ട് നിരാശയും ഭാരവും ഒന്നും ഉണ്ടാകരുത്. നല്ല സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു പോകണം. അപ്പോൾ 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു.
ആ 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ 10 കൂട്ടം കാര്യം പ്രധാനമായിട്ട് എഴുതിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, മുൻ നിയമനം, അച്ചാരം, നൽവരം, അവകാശം, മുദ്ര, അനുഗ്രഹം, ഇങ്ങനെ 10 കൂട്ടം കാര്യം. ആ 10 കൂട്ടം കാര്യം പറഞ്ഞേച്ചാണ് 15-ാമത്തെ വാക്യത്തിൽ അനുനിമിത്തം. ആട്ടെ, അപ്പൊ 1-ാം അധ്യായത്തിൽ തെരഞ്ഞെടുത്തു. 2-ാം അധ്യായത്തിൽ തെരഞ്ഞെടുത്ത് നമ്മളെ കൈവിട്ടില്ല, സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി. ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച്, ഈ ദൈവസ്നേഹത്തിന്റെ വിശേഷത ആ 2-ാം അധ്യായത്തിൽ ഒരു പ്രയോഗം, മരിച്ച നമ്മളെ സ്നേഹിച്ചെന്നുള്ളതാണ്. അതിക്രമങ്ങളാലും മരണം കഴിഞ്ഞ് നമ്മൾ കുറെയൊക്കെ ഡെഡ് ബോഡിയുടെ ഒക്കെ ഇരിക്കുക എടുക്കുകയൊക്കെ ചെയ്യും. ചില സമയം കഴിയുമ്പോൾ പയ്യെ എൻ്റെ അച്ചായനെ തരികയില്ലെന്നൊക്കെ പറഞ്ഞത് കരയും. നമ്മൾ പറയാം, എന്നാ കുഞ്ഞുഞ്ഞമ്മ അവിടെ ഇരുന്നോ, ഞങ്ങൾ പോവാന്ന് പറഞ്ഞ ചുമ്മാ പറഞ്ഞെടുത്തോണ്ട് പോകാൻ പറയും. അത് കുഞ്ഞുഞ്ഞമ്മയുടെ കുഴപ്പമല്ല. മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ ശരീരം ദുർഗന്ധം ഉണ്ടാകും. അതാരും വൈരാഗ്യത്തോടെ പറയുന്നതല്ല. പക്ഷെ ആ നമ്മയാ യേശു സ്നേഹിച്ചത്. ഒരു കണ്ണിന് പോലും നമ്മളോട് ദയയില്ലായിരുന്നു. പുരോഹിതൻ വന്ന് നോക്കിയങ്ങ് പോയി. ലേവ്യനും അതുപോലൊക്കെ തന്നെ. പക്ഷെ ശമരിയാക്കാരൻ നോക്കിക്കഴിഞ്ഞപ്പോ അവൻ അടുത്ത് വന്നു. നമ്മൾ അങ്ങോട്ട്, നമുക്ക് എല്ലാനൊക്കത്തില്ല, കിടക്കുകയല്ലേ വരുവക്കേടി, അവിടെ ഇങ്ങോട്ട് വന്നു. ആ മുറിവെല്ലാം വെച്ച് കെട്ടി അങ്ങേരുടെ വണ്ടിയെ നമ്മെ കയറ്റി. നമ്മൾ ആളും തരവൊക്കെ അറിഞ്ഞ വണ്ടിയെ കയറ്റി ഒളില്ലയോ മിണ്ടുകയല്ല. ഇവിടുത്തെ രീതി അറിയത്തില്ല. നാട്ടിലൊക്കെ യോഗം കഴിഞ്ഞ് അച്ഛാ ഞങ്ങളെയും കൂടെ അങ്ങോട്ട്, ഞങ്ങൾ ആ വഴിയല്ല, ഞങ്ങള് ബ്രദറെ, ഞങ്ങളെ പുള്ളിക്കാരുടെ അനിയത്തി വയ്യാതെ കിടക്കുന്ന അങ്ങോട്ടൊന്ന്, താല്പര്യമില്ല, അതുകൊണ്ട് അല്ല. ചിലരെ വണ്ടിക്കകത്ത് കയറ്റാൻ 2 വശമുണ്ട്, 2 വശവും പറയണം. വണ്ടിയെ കയറിയാ മര്യാദയ്ക്ക് ഇരിക്കണ്ടേ. അവർ ചില പാരലിൽ സംസാരിക്കും, ഇവൻ അതിന് കയറി ആൻസർ പറയും. അങ്ങനെയുള്ളവരുമുണ്ട്. എന്തുവാ പറഞ്ഞല്ലോ അങ്ങോട്ട്, ഞാൻ കണ്ടു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു വെട്ടിക്കുമ്പോൾ നിങ്ങൾ വർത്താനം പറഞ്ഞ് ഞാൻ ഉടനെ തിരിഞ്ഞു നോക്കും കേട്ടോ. 2 വശമുണ്ട്. ഒരു നാണയത്തിന് 2 വശമുള്ള പോലെ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് അതിന്റെ ഒരു വശമാ പറഞ്ഞത്. നമ്മളെല്ലാം ആളും തരവും സ്ഥിതിയും നിലയും വിലയൊക്കെ അറിഞ്ഞ്, പക്ഷെ അവിടുന്ന് അങ്ങനല്ല. യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോഴാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. അതാണ് കാൽവറിയിലെ സ്നേഹം. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, നാം സ്നേഹിച്ചില്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കും. നമുക്ക് ഈ മാർഗം ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ഇത് കേട്ടപ്പം തട്ടിയേച്ച് ഓടിയതാ. ഓടിയപ്പം പോയവൻ അതിലെ അങ്ങ് പോട്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പോയില്ല. പോയ നമ്മുടെ പിന്നാലെ തേടി വന്നു. തന്നെയല്ല, കർത്താവ് തന്നെ വചനത്തിൽ കൂടെ പറഞ്ഞല്ലോ, ശരിയായ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് വേണ്ടി ജീവനെ കൊടുക്കുന്നതാ. അതാ കാൽവറി നടന്നത്. അതാ ആ സ്നേഹം നമ്മളിൽ വ്യാപരിക്കണം. ജീവനെ കൊടുക്കുന്ന സ്നേഹം. അതൊരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു. അങ്ങനെ സ്നേഹിച്ച നമ്മെ കൈവിടത്തില്ല, സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി. അതാണ് 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചു. സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നമ്മളെ ഇപ്പൊ ഇരുത്തിരിക്കുന്ന എവിടാ? സ്വർഗത്തിലാ. ഇരിപ്പം നോട്ടമൊന്നും കണ്ടാൽ മനസ്സിലാകുകയല്ല. വലിയ കാടിക്കുടി ഇരിക്കുന്നത് പോലെ ജലത്തിരിക്കുന്നത്. അങ്ങനല്ല, സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗീയ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകും. ഒരു കാലത്ത് മരണഭീതിയും ചിത്തഭ്രമവും ആകുല ചിന്തയും നിരാശയും ഭാരമൊക്കെ പേര് നമ്മൾ നെട്ടോട്ടം ഓടിയതാ. ആ നിരാശ മാറാൻ, ഭാരം മാറാൻ, പ്രശ്നം മാറാൻ മദ്യപിച്ചവരുണ്ട്, പുകവലിച്ചവരുണ്ട്, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരുണ്ട്, മറ്റ് പാപകൃതികളിൽ അകപ്പെട്ടവരുണ്ട്, നാട് വിട്ടവരുണ്ട്, പല പല വിഷയങ്ങളിൽ അകപ്പെട്ട. അതൊന്നും നമുക്ക് ഗുണം വരുത്തിയില്ല. സ്തോത്രം, ഒന്നും ഗുണം വരുത്തിയില്ല. പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു ഗുണവും വന്നില്ലെന്നാ. ഉരുളാൻ പോയവരുണ്ട്, നേർച്ച നേർന്നവരുണ്ട്, കാണിക്കയിട്ടവരുണ്ട്, അത് ഇതൊക്കെ എല്ലാം വിവരിക്കാൻ നേരമില്ല, തന്നെ പറയാനും ഒക്കത്തില്ല. എന്തെല്ലാം കാര്യങ്ങൾ. പള്ളിയുടെ അവിടെ ചെന്നെടുത്ത് കുളത്തിലോട്ട് ചാടി. എന്നാലും പറഞ്ഞ് കുളത്തിൽ ചാടിയേച്ച് കയറിയാ വിടുതലാന്ന്. ഏത് കുളവാന്ന് ഏത് പള്ളിയാന്ന് എന്നോട് ഇപ്പൊ ചോദിക്കരുത്.
സ്തോത്രം. ഇന്നലെ പറഞ്ഞു ഉരുണ്ടാ മതി എന്ന് പറഞ്ഞു. ഉരുണ്ടുരുണ്ട് ഊപ്പാട് വന്നതല്ലാതെ യാതൊരു സമാധാനവും. അന്നേരം പറഞ്ഞ് ചെരുപ്പിടാനങ്ങ് നടന്നാ മതി എന്ന് പറഞ്ഞു. ചെരുപ്പ് വീട്ടിൽ വെച്ച് ചെല്ല്, പിന്നെ ചെരുപ്പ് പൊതിഞ്ഞ് കൈ വെക്കും. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പം ടാറുള്ള റോഡൊക്കെ പാവത്തങ്ങളെല്ലാം പോകുന്ന എന്തെങ്കിലും സങ്കടവും വരും ചിലപ്പോൾ. എങ്ങനെയും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ. പ്രവാചകൻ പറഞ്ഞ ഒരു ഗുണവും വന്നില്ല. വേറൊരു ഭാഗത്തിരുന്ന് സകല മുഖവും വിളറിയിരിക്കുന്നു. എന്നാൽ കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു. അവനെ വിശ്വസിച്ച് അവിടുത്തെ നമ്മുടെ ഉള്ളത്തിൽ ഏറ്റെടുത്തപ്പോൾ നമ്മുടെ ചിന്താഭാരവും പ്രയാസങ്ങളെല്ലാം മാറി ഹൃദയം അവൻ സന്തോഷം കൊണ്ട് നിറഞ്ഞു. കാരണം ക്രിസ്തു നമ്മുടെ സമാധാനം. ആ ദിവ്യ സമാധാനത്താൽ ദൈവം നമ്മെ നിറച്ചു. അതാ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി. സ്വർഗത്തിലിരുത്തി എന്ന് പറഞ്ഞാൽ സ്വർഗീയ സന്തോഷം കർത്തടങ്ങളിലുണ്ടായി. ഇപ്പൊ നമുക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല, പക്ഷെ സന്തോഷം. ഇന്നലെ ഞാൻ വചനം പ്രസംഗം പറഞ്ഞു, മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ അത് പല സഭയ്ക്ക് ഇല്ല. കഷ്ടത എന്ന കഠിനശോധനയിൽ കൂടെ പോവുക. 1. 2, മഹാദാരിദ്ര്യത്തിൽ കൂടെ പോകുന്നത്. ചെറിയ ദാരിദ്ര്യമല്ല, മഹാദാരിദ്ര്യം. എന്നാലും അവിടെ എടുത്തിട്ടുണ്ട് അവർക്ക് സന്തോഷ സമൃദ്ധിയായിരുന്നു. ഈ കഷ്ടത എന്ന കഠിനശോധനയിൽ കൂടെ പോകുമ്പോൾ എങ്ങനെയാ സന്തോഷിക്കുന്നത്? നമുക്ക് കാര്യങ്ങളെല്ലാം ഒരുമാതിരി ഇണങ്ങുകയാണെങ്കിൽ വേണേ വന്ന് എന്തുകൊണ്ട് വിശ്വാസം? ചിലരുടെ മുഖമൊക്കെ കണ്ടിട്ട് മക്കതോന്യക്കാരെക്കാളും കഷ്ടതയെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയാ ചിലർക്ക്. ഇത് കഷ്ടത എന്ന കഠിന ശോധനയെ കൂടെ പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മഹാദാരിദ്ര്യം. ഈ 2 വിഷയങ്ങളിൽ കൂടി സഭ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സഭയുടെ ക്വാളിറ്റി 1 സന്തോഷ സമൃദ്ധി, 2 ഔദാര്യം കാണിക്കുന്നുണ്ട്. നമ്മുടെ വല്ലതും ഉണ്ട് നമുക്ക് ചെല്ലു പറയില്ല, പക്ഷേ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് കൈ. ഞങ്ങളുടെ വീട്ടിൽ ഒരു യോഗം വെക്കണമെന്നൊക്കെ ഉണ്ട്. ഒത്തിരി നാൾ കൊണ്ട് ഇങ്ങനെ മക്കതോന്യ സഭക്കാരെ കണ്ടു പഠിക്കാൻ നല്ലതാണ്. ഇപ്പൊ നിങ്ങൾ പറയാം അത്രയും പഠിത്തമൊന്നും ഞങ്ങൾക്ക് വേണ്ട എനിക്ക് തന്നെ. ദൈവത്തിന് മഹത്വം. അപ്പോൾ സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി മഹാസന്തോഷം. 3-ാം അധ്യായത്തിൽ മർമ്മം നമുക്ക് വെളിപ്പെടുത്തി. മർമ്മം എന്ന് പറഞ്ഞാൽ രഹസ്യം. പലർക്കും വെളിപ്പെടാത്ത ആ സത്യം, ആ മർമ്മം ദൈവം നമുക്ക് വെളിപ്പെടുത്തി. നമ്മളെക്കാൾ മിടുക്കന്മാരും ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും മിടുമിടുക്കന്മാരുണ്ട്, പക്ഷെ അവർക്ക് ഈ മർമ്മം വെളിപ്പെട്ടില്ല. ക്രിസ്തു എന്ന മർമ്മം, നിത്യത എന്ന മർമ്മം, സ്വർഗീയ വിഷയങ്ങളെ കുറിച്ചുള്ള മർമ്മം, അത് പോഷരാകുന്ന നമുക്ക് വെളിപ്പെട്ടു. ഞാനെപ്പോഴും എൻ്റെ ജീവിതാനുഭവത്തെ ബന്ധിച്ച് പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ കാവാലത്ത് ധാരാളം ഉന്നതന്മാർ, വിശേഷിച്ച് കുട്ടനാട്ടിലെ ഭയങ്കര. പണ്ടൊരു തള്ള പറഞ്ഞു വെള്ളക്കൂടിയല്ലേ. ഞാൻ പറഞ്ഞു തള്ള നിങ്ങൾ വർത്താനം പറയുന്നു അറിയാൻ കേൾക്കാതെ ചുമ്മാ അങ്ങ് പറയാ വെള്ളക്കൂടിയല്ലേ എന്ന്. പിന്നെ ഞാൻ 1-2 കാര്യം പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ അല്ലയോ, വെള്ളമൊക്കെ ഉണ്ട്. വെള്ളം ഇവിടെ ഇല്ലാത്ത ഇതിനടി വെള്ളമില്ലേ? മേളി വെള്ളമില്ലേ? വിധാനം ഉണ്ടാക്കിയിട്ടില്ല, വിധാനത്തിന് മേളിലും വെള്ളം. എവിടെ വെള്ളമില്ലാത്ത? അപ്പം പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ നാടിന്റെ 1-2 വിശേഷതകളൊക്കെ. ഉന്നതന്മാരൊത്തിരി ഉണ്ട്, ധാരാളം പേരുണ്ട്. ലോകത്തിലെ ആ വിധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു കായൽ രാജാവ് മുരിക്കൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. മുരിക്കൻ 3 കായൽ സ്വന്തം. കായൽ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന സ്ഥലം. വേമ്പനാട്ട് കായൽ വളച്ചു കുത്തിങ്ങെടുത്ത് എല്ലാം കൂടെ ഒരു 5400 ഏക്കർ. ഞാനോടത്ത് നിങ്ങൾ ഞെട്ടുവാരിക്ക് വന്നു. നിങ്ങളിത് വലുത് കേട്ടിട്ട് ഞെട്ടിയിട്ടില്ല. പിന്നെ കായൽ രാജാവാ. ഒത്തിരി പറയണം, അവരൊക്കെ വലിയ അതിശ്രേഷ്ഠന്മാരാ. അദ്ദേഹത്തിന്റെ കേട്ടിട്ടുണ്ട് മൂത്ത മകൻ കിട്ടിയത് പാറായി തരകന്റെ മകളെയാ. ചേർത്തല
ചോദിക്കരുത് നീ എന്നെ വല്ല പാറായി തരകനാണോന്ന്. അത് ഉള്ളയാളാണ്. ഈ അമ്മയും മരുമകളും കൂടെ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ എന്റെ വല്യമ്മച്ചയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അടുക്കളയിൽ പെരുമാറിയപ്പോ ഒരു കുപ്പിപ്പാത്രം പൊട്ടി. വസ്തി എന്നാ പറയുന്നത് പണ്ടൊക്കെ. എസ്തേറിന്റെ പുസ്തകത്തിലെ അല്ല, വസ്തി പിഞ്ഞാണ് അങ്ങനെ പറയും. അത് പൊട്ടിയപ്പം എല്ലാം അന്നത്തെ കാലത്ത് കോടീശ്വരന്മാരും. അപ്പൊ ഈ അമ്മായിയമ്മ മരുമകളെ ഷൗട്ട് ചെയ്ത് എന്തുവാടി നോക്കി കണ്ടു എടുക്കാൻ വേണ്ടി. അത് അവക്കൊന്ന് ക്ഷീണമായി. ഈ മരുമകള് അവിടെ വീട്ടിൽ പാറായിൽ അങ്ങ് ചെന്നപ്പോ അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഞാനിത് കുപ്പിപ്പിഞ്ഞാണം പൊട്ടിച്ചതിന് അമ്മ എന്നെ. അപ്പൊ അവിടുത്തെ അപ്പം പറഞ്ഞു, കുഴപ്പമില്ല നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. അമ്മയോടൊന്നും പറയരുത്. മോളെ ഇഞ്ഞ് പറഞ്ഞു വിട്ടേക്ക്. പുള്ളി ആലപ്പുഴ ചെന്ന് 3 കേവുവെള്ളം കുപ്പിപ്പാത്രം. കേവുവെള്ളം നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. ഇപ്പോഴത്തെ ഈ ഹൗസിംഗ് ബോട്ട് കണ്ടിട്ടുണ്ടോ? അതാണ് കേവുവെള്ളം. പണ്ടത്തെ കേവുവെള്ളം ഹൗസ് ബോട്ട്. ഒരു 10 ലോറി പിടിപ്പത് കൊള്ളു ഒരു വള്ളത്തിനകത്ത്. പണ്ട് ചങ്ങനാശ്ശേരിനൊക്കെ എറണാകുളത്തിന് ലോഡ് കൊണ്ടുപോകുന്ന അങ്ങനത്തെ വള്ളത്തല്ല, കേവുവെള്ളം എന്നാ പറയാം. പുള്ളി ആലപ്പുഴ കമ്പനി ചെന്ന്, പാത്ര കമ്പനി ചെന്ന് മുഴുവൻ പാത്രവും പുള്ളിയുടെ പണികാര്യം കൊണ്ടുപോയി ചുമന്ന് ഒന്ന് കേവുവെള്ളത്തിനകത്ത് കയറ്റുക. ബോട്ട് ടക്ക് ചെയ്ത് മുരിക്കുമുട്ടി കടവിൽ കൊണ്ടടുപ്പിച്ചു. മിണ്ടുന്നില്ല ആരും. ജോലിക്കാർ നേരെ പാത്രം കെട്ടുകണക്കിനുണ്ട്. അവിടുത്തെ വീട്ടുകാർ അന്തം വിട്ടുപോയി. പിന്നീടാ പുള്ളി പറഞ്ഞു, ഇവിടെ പാത്രത്തിന് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ഇരിക്കട്ടെ. പോരാൻ നേരത്ത് അന്നത്തെ ഈ ഈഗോ പ്രശ്നം ഒക്കെ ഉള്ള കാലമല്ലേ. അപ്പം അപ്പൻ മോളോട് പറഞ്ഞു, നീയെ പാത്രം ഇന്നും കഴുകണ്ട, കഴിച്ച ചാറ്റോട്ട് ഇറങ്ങിയേക്കാം. അഹങ്കാരമാണ് നമുക്ക് തോന്നും. അവരുടെയൊക്കെ ആ പ്രൗഢിയാ. പാത്രം കഴുകപ്പോഴല്ലേ പൊട്ടിയത് കൊണ്ടല്ലേ അമ്മായിയമ്മ വഴക്ക് പറഞ്ഞു, ഇനി കഴിച്ചിട്ട് പാത്രം എടുത്ത് ആറ്റോട്ട് ഇറങ്ങിയേക്കണം, തീരുമ്പം പറഞ്ഞാൽ മതി, കൊണ്ടുപോകാൻ ഇനിയും കൊണ്ടുവരാൻ. അത്രയ്ക്ക് സ്വത്തുള്ളവരാ. സർദാർ KM പണിക്കര് ചാലയിൽ കുടുംബത്തില്. ഞാൻ ഞങ്ങളുടെ നാട്ടിലെ 1-2 പേരുടെ കാര്യം പറയുക. ഉന്നതന്മാരുണ്ടെന്നാ പറഞ്ഞത്. നെഹ്റു മന്ത്രിസഭ അംബാസഡർ ആയിരുന്നു അദ്ദേഹം, സർദാർ KM പണിക്കര്. അദ്ദേഹത്തിന്റെ അനന്തരവന കാവാലം നാരായണൻ പണിക്കര്, പുള്ളിയുടെ മകനാ കാവാലം ശ്രീകുമാർ. ട്രാവൻകൂർ സിസ്റ്റേഴ്സ് ലളിത പത്മിനി രാഗിണി, പഴയ ആൾക്കാർക്ക് അറിയാം. എല്ലാ കുടുംബ ശൃംഖലയാ. ഡോക്ടർ അയ്യപ്പ പണിക്കര് കസിനാ. വലിയ ഉന്നതന്മാരാ. കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ ചെറുതുരുത്തിയിൽ, കേരളത്തിൽ ചെറുതുരുത്തിയില കലാമണ്ഡലം, അത് കാവാലത്ത് വരുത്താനായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് തോടുള്ളത് കൊണ്ടാണ് നടക്കുക. പിന്നെ അന്ന് വള്ളത്തോർ നാരായണ മേനോൻ കാവാലത്ത് വീട്ടിൽ ചാല വീട്ടിൽ വന്ന് ഒരു ധാരണ വന്നതാ. പിന്നെ അതങ്ങ് തൃശ്ശൂരോട്ട് ആക്കിയതാ. അത്രയ്ക്ക് ഉന്നതന്മാരാ. ഈ അടുത്ത കാലത്ത് നിങ്ങളും എല്ലാവർക്കും അറിയാം, വേൾഡ് മൊത്തം അറിഞ്ഞല്ലേ, കുട്ടനാട്ടുകാരനാ നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ MS സ്വാമിനാഥൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പല്ലേ അദ്ദേഹം കടന്നുപോയെ. അദ്ദേഹത്തിന്റെ വീടും കാവാലത്താ. തമിഴ്നാട്ടിൽ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് വസ്തു എവിടാന്ന് അവർക്ക് തന്നെ അറിയാൻ മേല. അപ്പൊ ഞാന് സൂചിപ്പിച്ചത് 1-2 പേരുടെ കാര്യം. അതുപോലെ IC ചാക്കോ പുളുങ്ങുന്നില്ല, 1800-കളിൽ ലണ്ടനിൽ പോയി പഠിച്ചതാ. നമ്മളിപ്പോൾ ലണ്ടനിൽ എഴുതിയ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. ലണ്ടൻ പടത്തിൽ കണ്ടാ ലണ്ടൻ, അത് ലണ്ടനാണെന്ന് തോന്നില്ലയോ. അയാൾ 1800-ൽ പോയി ലണ്ടനിൽ. ഭൂഗർഭശാസ്ത്രത്തിൽ ബിരുദാനന്ദ ബിരുദം എടുത്തു. ആ നല്ല മനുഷ്യൻ അന്ന് 80 കൊല്ലം മുമ്പ് പറഞ്ഞതാ, കുട്ടനാട്ടിൽ അവസാനം വെള്ളപ്പൊക്ക ഭീഷണി വന്ന് പാലം ഇങ്ങനെ വളരെ പ്രശ്നമാകുന്നു. ഇപ്പൊ താണ്ട പ്രശ്നമായി. 80 കൊല്ലം മുമ്പ് അങ്ങേര് പറഞ്ഞപ്പോ അയാൾ ലണ്ടനിൽ പോയതിന്റെ വട്ടാന്ന് ഉണ്ടോ. അത്രയ്ക്ക് ഉന്നതന്മാരാ. ഞാനിത് സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള ഉന്നതന്മാര്, ശ്രേഷ്ഠന്മാരും കഴിവുള്ളവരും ലോകപ്രകാരം ഭയങ്കര ജ്ഞാനികളുമായ അവർക്ക് ഈ മർമ്മം വെളിപ്പെട്ടില്ല. ആ ദേശത്തുള്ള പൊട്ടനാകുന്ന എനിക്ക് ദൈവം ഇത് വെളിപ്പെടുത്തും. സ്തോത്രം. ഇപ്പൊ മൈക്ക് എൻ്റെ ഇരിക്കുന്നോണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഈ മൈക്ക് എന്നാൽ നിങ്ങൾക്കും ഇതുപോലെ പലതും പറയാനുണ്ട്. നമ്മുടെ കുടുംബത്തിലും ദേശത്തിലും ഉന്നതന്മാരും മിടുക്കന്മാരും വിദ്യാനുപണന്മാരും കഴിവുള്ളവരും മികവുറ്റവരും ജ്ഞാനികളും എഞ്ചിനീയേഴ്സും പ്രൊഫസേഴ്സും വലിയ ബിസിനസ്സുകാരും വലിയ വലിയ പുള്ളിക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കാർക്കും ഇത് വെളിപ്പെട്ടില്ല, അവർക്കാർക്കും ഇത് മനസ്സിലായില്ല, അവർക്കാർക്കും ഇത് ഗ്രഹിപ്പാൻ സാധിച്ചില്ല. പോഷനാകുന്ന എനിക്കും നിങ്ങൾക്കും ദൈവം ഇത് വെളിപ്പെടുത്തി ഈ കൃപയിൽ നമ്മെ കൊണ്ടുവന്നു. യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിനെ അറിയുവാൻ, ഈ മാർഗത്ത് വരുവാൻ, ദൈവകൃപയിൽ വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം.
ആ പ്രമേയ ധനത്തെ കുറിച്ച് അറിവാനും പഠിപ്പാനും കേൾപ്പാനും ഗ്രഹിപ്പാനും ദൈവം നമുക്ക് നൽകിയ സാവകാശമോർത്ത് ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം, കീർത്തനം ഞാൻ വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം. ചേർത്തതിനാൽ എന്നെ തിരുമാർവിൽ, കാത്തതിനാൽ എന്നെ വഴുതാതെ, ചേർത്തതിനാൽ എന്നെ തിരുമാർവിൽ, കാത്തതിനാൽ എന്നെ. ഓ എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, ഈ കൊടുത്തോ നീ നിന്നെ എനിക്കായി. വാഴ്ത്തിടും സതതം പ്രിയാതവ. ആട്ടെ, സമയത്തെ ഭയപ്പെടുന്ന 3-ാം അധ്യായത്തിൽ ക്രിസ്തുവേശുവിനുള്ള അപ്രമേയ ധനം. 4-ാം അധ്യായത്തിൽ ദൈവസഭയുടെ 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ. 4:11 മുതൽ വായിച്ചു. 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ. അപ്പോൾ 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേശകന്മാരുമായിട്ട് നിയമിച്ചു. അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. ഇതിലെ 2 പേരുടെ ശുശ്രൂഷ ഒന്നാ. പിന്നെ 2 തസ്തിക കൊടുത്തതാ. ആരാ? ഇടയനും ഉപദേഷ്ടാവും. ശുശ്രൂഷ ഏകദേശം ഒന്നാ, പക്ഷെ 2 തസ്തിക കൊടുത്തു. ചില സഭയിലൊക്കെ ഉടക്ക് വരുമ്പോൾ ചില പറയാം അപ്പച്ചൻ രക്ഷാധികാരി. അങ്ങനെ ഒരു തസ്തിക ഉള്ളതല്ല. പിന്നെ മൂപ്പില ബഹളം ഉണ്ടാക്കാതിരിക്കാൻ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ശല്യം ഒന്നും ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ അപ്പച്ചനായിരിക്കും ആശീർവാദം. പിതാവായ പ്രശ്നം ഉണ്ടാക്കണ്ട, ഇവിടെ ഇരുന്നോട്ടെ. അപ്പോൾ 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ. അതിന് കാരണം ഒടുവിലത്തെ 2 പേരുടെയും ശുശ്രൂഷ ഒന്നാന്ന് പറയാൻ അവിടെ ഒടുവിലത്തെ പദം വന്നപ്പോ ചിലരെ ഒറ്റ പ്രാവശ്യമോ പറഞ്ഞുള്ളൂ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഉപദേഷ്ടാവിന്റെ മുന്നിൽ ചിലരെ നില്ലല്ലോ. ഇല്ല, അവൻ തസ്തിക ഒന്ന, ശുശ്രൂഷ ഒന്ന, 2 തസ്തിക കൊടുത്തു. അതൊന്നും വിവരിക്കുന്നില്ല, ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അതാണ് 4-ാം അധ്യായം. ഈ അപ്പോസ്തലനെയും പ്രവാചകനെയും സുവിശേഷകനെയും ഇടയനെയും ഉപദേഷ്ടാവിനെയും സഭയ്ക്ക് നിയമിച്ച് തന്നിരിക്കുന്ന എന്തിനാ? ഒറ്റവാക്കി പറയാം, സഭ വളരാൻ. ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരണം. അതിനായി ഇവരെ ആക്കിയത്. ഇന്ന് അപ്പോസ്തലന്മാര് നന്നായിട്ട് വളരുന്നുണ്ട്, പ്രവാചകനും നന്നായിട്ട്. ഏത് വളർച്ചയാന്ന് ഞാനിപ്പോ പറയുന്നില്ല. ആട്ടെ, നമ്മുടെ വിഷയം അല്ലല്ലോ. വെറുതെ ഒരു അലോഗ്യം ഉണ്ടാക്കണ്ട. സഭ വളരുന്നുമില്ല. സഭയ്ക്കകത്തുള്ളവർക്ക് ഒരു വളർച്ചയും. അവര് നന്നായിട്ട്. പിന്നെ അപ്പോസ്തലൻ ഈയിടെയും 5 ഏക്കർ എഴുതിച്ചു, വേറൊരു 10 ഏക്കർ കിടപ്പുണ്ട്, വളരുന്നുണ്ട്. വണ്ടി ഒരു 10-15 എണ്ണം ആയി. പിള്ളേരും ഭൗമികമായി. ഇത് തെറ്റാന്നല്ല, അതൊക്കെ ആവശ്യമാണ്. പക്ഷെ അവർ അങ്ങനെ ആ രീതിയിൽ അവർ നന്നായിട്ട് വളരുന്നുണ്ട്. സഭയ്ക്കകത്ത് വിശ്വാസിക്ക് ഇതുവരെ പുസ്തകക്രമം പോലും അറിയാം. നഖവും പറഞ്ഞനും തപ്പി ഊപ്പാട് വരിക. എന്നിട്ട് അടുത്തിരുന്ന് പുള്ളി വിളിച്ചു പേജ് നമ്പർ പറയാം. ഇതാണ് സഭയുടെ വളർച്ച. 25 കൊല്ലമായി ഇതിനകത്ത് കയറി പ്രാർത്ഥിക്കാന്നുള്ളത്. പ്രാർത്ഥിച്ച് തുടങ്ങാൻ എങ്ങനെയാണെന്നറിയാമല്ല, നിർത്താൻ എങ്ങനെയാന്നും ഞങ്ങൾക്കൊരു ഉപദേശം ഉണ്ടായിരുന്നു. നിർത്താൻ അറിയാമല്ല, പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങളും കിടന്നു കുഴയ്ക്കുക. എന്നാ ചെയ്യാനാ? ഒരു രീതി ഉണ്ടല്ലോ നമുക്ക്. കർത്താവേ, പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ വീണ്ടും ബലപ്പെടും. പിന്നെയും പുള്ളി പോവുക. അറിയത്തില്ല പിന്നെന്ത് ബുദ്ധിമുട്ടിയാവുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അറിയത്തില്ല, പരിജ്ഞാനമില്ല.
ജ്ഞാനം വേറെ, പരിജ്ഞാനം വേറെ, രണ്ടും രണ്ടാ. ജ്ഞാനം പുസ്തകത്തിൽ നിന്നും മറ്റേ ഇപ്പൊ ഗൂഗിളിൽ നിന്നും അതിൽ നിന്നും ഒക്കെ എടുത്ത് ജ്ഞാനം സമ്പാദിക്കാം. പക്ഷെ പരിജ്ഞാനം വേറെ. ഈ പഠിച്ച ജ്ഞാനം സന്ദർഭോചിതമായിട്ട് ഉപയോഗിക്കുന്നത് ആ പരിജ്ഞാനം ഇല്ലേ? ഉദാഹരണം ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിവുള്ളതാ. നേഴ്സിങ്ങിന് മോളെ വിട്ട് നേഴ്സിംഗ് 3, 4, 5 BSc ആണെങ്കിൽ അങ്ങനെ, MSc ആണെങ്കിൽ അങ്ങനെ, അല്ല ജനറൽ നേഴ്സ് ആണെങ്കിൽ GM അങ്ങനല്ലേ പറ, GNM. ആ തെറ്റുകാരനെ ക്ഷമിക്കണേ, ഇത്രയൊക്കെ ഒപ്പിക്കുന്ന അങ്ങനെയാന്ന് എനിക്കും ദൈവത്തിന്. അപ്പം അങ്ങനെ നേഴ്സിംഗ് പഠിച്ചേ ഒരു ഉദാഹരണമാ പറയുന്നത്. അപ്പൊ ആ പഠിത്തത്തില് ഒരു കാര്യം പഠിച്ചു, എന്റെ എളിയ ബുദ്ധി പറയാനാകട്ടോ, തെറ്റുകാരനെ ക്ഷമിക്കണം. അപ്പൊ അവിടെ പഠിച്ചത് ഉദാഹരണമാ, പാമ്പ് കടിച്ചാൽ ആ കടി കിട്ടുന്ന ഭാഗത്ത് നിന്ന് പറ ഒരല്പം അല്ലെ ഒരു ചാണ് ആയിക്കോട്ടെ, അല്ലെ അല്പം, എത്ര എന്തും വേണ്ടവാ, ഒരൊടക്ക് വേണ്ട, ഒരു ചാണ് ആയിക്കോട്ടെ, ഒരു ചാണ് മേളിലോട്ട് കയറി മുറുക്കി ഒരു കെട്ട് അടുത്തുള്ള ആശുപത്രിയിൽ പറ എനിക്കറിയാൻ പറഞ്ഞു കൊണ്ടുപോകണം. അത് ജ്ഞാനമാ, പഠിച്ചതാ. അത് പ്രയോഗിക്കുന്ന വിധമാ പരിജ്ഞാനം. പഠിച്ചേച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് മേഴ്സി വീട്ടിൽ വന്നു. രാവിലെ തിണ്ണയിലിരുന്ന് അവൾ ഒന്നേ മൊബൈൽ നോക്കിയില്ലേ പത്രം വായിക്കും. ഇപ്പൊ അങ്ങനെ പെൺപിള്ളേരും പത്രം ഒന്നും വായിക്കില്ല, ആൺപിള്ളേരും വായിക്കില്ല. ഇതിനകത്തെല്ലാം ഉണ്ട്, അതിനകത്ത് വായിക്കുന്ന മൊത്തം. ആയിക്കോട്ടെ, വായിച്ചോണ്ടിരുന്നപ്പം അപ്പച്ചൻ കുരുമുളക് വിളഞ്ഞു പറിക്കാനായിട്ട് ചെറിയ ഏണി വെച്ച് കുരുമുളക് പറിച്ചുകൊണ്ടിരുന്നപ്പം ആ കുരുമുളക് കൊടിയിൽ ചുറ്റിയിരുന്നൊരു പാമ്പ് അപ്പച്ചന്റെ നെഞ്ചിനിട്ടൊരു കൊത്ത. അപ്പച്ചൻ പതുക്കെ ഇറങ്ങി വന്ന് പറഞ്ഞു, മോളെ പാമ്പ് കൊത്തി, എവിടാന്ന് ചോദിച്ചു. വേണ്ട ഉടനെ അവള് പഠിച്ച ഓർമ്മ, അതിന്റെ മേളിൽ നിന്ന് ഒരു ചാണ് മേളിലോട്ട് കയറ്റി അടുത്തുള്ള ആശുപത്രിയിൽ അതാണോ പരിജ്ഞാനം? മനസ്സിലായി കാണും. ജ്ഞാനം വേറെ, പരിജ്ഞാനം. തിയോളജി എല്ലാം നന്നായിട്ട് പഠിച്ചു, ന്യൂമറ്റോളജി, ആന്ത്രോപോളജി, എസ്കറ്റോളജി എല്ലാം പഠിച്ചു, എല്ലാം നല്ലതാ. പക്ഷെ അത് പ്രയോഗിക്കാൻ അറിയാൻ മേല. മനസ്സിലായോ? അപ്പൊ ജ്ഞാനം വേറെ, പരിജ്ഞാനം വേറെ. പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കുക, പരിജ്ഞാനത്തോടെ ശുശ്രൂഷിക്കുക, പരിജ്ഞാനത്തോടെ ഇടപെടുക, അത് ദൈവിക പരിജ്ഞാനം വേണം. അതിന് പ്രാർത്ഥിക്കണം, ദൈവം തരും. സ്തോത്രം. അപ്പോൾ ഈ 5 തരത്തിലെ ശുശ്രൂഷകരെ ദൈവം സഭയ്ക്ക് തന്നത് ദൈവസഭ ആത്മീകമായി വളരാൻ, ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരണം. അതിനായി ശുശ്രൂഷകരെ ദൈവം സഭയ്ക്ക് തന്നത്. നന്നായിട്ട് വളർത്തണം, വളരണം. ഈ വളർത്തുന്നവരും വേണം, വളരാൻ ആഗ്രഹവും വേണം. ഞങ്ങളുടെ ഒരു കുന്നുമറമ്പി കൊച്ചായം പറയും, പാസ്റ്റേ ഉന്തി മരത്തെ കയറ്റിയ നെഞ്ചൊരു. നമ്മക്കൂടെ കയറാനൊരു താല്പര്യം വേണം. ഒരു താല്പര്യം ഏലായിട്ട് കൂറി ഇച്ചിരി കയറി, ഹല്ലേലൂയ പിന്നെ ഇച്ചിരി കയറ്റി, ഒരിക്കൽ കൂടെ പിന്നെ ഇച്ചിരി കയറി, ശക്തിയോടെ ഇച്ചിരി കയറി. നമ്മൾ നിർത്തുമ്പോൾ തോന്നു താഴെ വീണ തെങ്ങിന്റെ ഇവിടെ നെഞ്ചു വരഞ്ഞു. ആത്മീകത്തിലും ഇങ്ങനെ നമുക്ക് താല്പര്യം വേണം. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ അതിനകത്താക്കുവന്ന നമുക്കൊരു കാംക്ഷ വേണ്ടേ? രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ അതിനകത്താക്കും. അപ്പം നിനക്ക് കാംക്ഷ ഉണ്ടെങ്കിൽ വഴി ദൈവം തുറക്കും. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം സാധ്യത ഒരുക്കി തരും. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ദൈവം വഴി വെട്ടി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. അപ്പോൾ വിവരിക്കുന്നില്ല, പാസ്റ്ററിനോട് സമയം പറഞ്ഞുകൊണ്ട് കൃത്യസമയത്ത് യോഗം നിർത്തും. നിങ്ങൾ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, പുള്ളിയുടെ ലക്ഷണം കണ്ടിട്ട് ഇന്ന് നാളെ നിർത്തുന്ന ഇല്ല, കൃത്യസമയത്ത് നിർത്തും. അപ്പൊ 4-ാം അധ്യായത്തിൽ ഈ 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ. ഇനി 5-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ആത്മനിറവ. നമ്മ ഭാഗത്തേക്ക് വരുന്നത് കൊണ്ട് അതവിടെ നിൽക്കട്ടെ. 6-ാം അധ്യായം ആത്മീക പോരാട്ടം.
ഞാനും നിങ്ങളും ഒരു പോർക്കളത്തിലാണ് നിൽക്കുന്ന, കളിക്കളത്തിലല്ല. എനിക്ക് നിങ്ങൾക്ക് എതിരെ പൊരുതുവാൻ, പോരാടുവാൻ ഒരു അദൃശ്യ ശക്തിയുണ്ട്. അത് മനുഷ്യരാരുമല്ല, അവൻ പിശാചാണ് നമ്മുടെ എതിരാളി. അവന്റെ എതിരാളി നാമുമാണ്. ഏത് വിധേനയും നമ്മെ തകർക്കാൻ, മുടിക്കാൻ അവൻ തക്കം നോക്കി നിൽക്കുക. ആത്മീക പോരാട്ടം. ഈ പോരാട്ടത്തിൽ സർവായുധവർഗം ധരിച്ചു നിന്ന് സകല പ്രാർത്ഥനയാൽ, യാചനയാൽ ഏത് നേരത്തും ആത്മാവ് പ്രാർത്ഥിച്ച് പോരാടണം. അങ്ങനെയുള്ളവർക്ക് നിശ്ചയമായിട്ടും ജയമുണ്ട്. അതാണ് 6-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. പുറകോട്ട് വരാം. 5-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള തിരുവെടുത്താണ് നമ്മൾ വായിച്ചത്. ഇതില് 2 കാര്യമാണ് ഞാൻ എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത്, സമയത്തിന്റെ പരിധി അനുസരിച്ച്. ഒന്ന്, ഇത് ദുഷ്കാലമാകയാൽ സമയം. 2, ആത്മനിറവ്. ഒരു വ്യക്തിയിൽ ആത്മനിറവുണ്ടെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങൾ, അതുകൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. സമയം പോലെ ആദ്യം നമുക്ക് ഒരു പ്രയോഗം എടുക്കാം. ഇത് ദുഷ്കാലമാകയാൽ. അപ്പം എനിക്ക് നിങ്ങൾക്ക് എപ്പോഴും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരികയല്ല. കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നാളെ ആകട്ടെ തൊട്ട് ചിന്തിക്കുകയും ചെയ്യരുത്. കാരണം നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നമ്മൾ അറിയുന്നുമില്ല. യാക്കോബ് പറഞ്ഞല്ലോ, ഞാൻ ഇന്ന പട്ടണത്തിൽ ചെന്ന് വ്യാപാരം ചെയ്ത് ഇന്നതുപോലൊക്കെ ആകുമെന്ന്. അങ്ങനൊന്നും മിണ്ടുകയേ ചെയ്യരുത്. അവിടുന്ന് അനുവദിക്കുകയാണ്. അവിടുന്ന് സമ്മതിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിന്നത്തെ ആകട്ടെ എന്ന് നീട്ടി വെക്കരുത്. കിട്ടുന്ന സമയം നന്നായിട്ട് ഉപയോഗിക്കണം. ആരാധിക്കാൻ സമയം കിട്ടുമ്പോൾ ആരാധിച്ചോണം. പ്രാർത്ഥിക്കാൻ സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കണം. കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ വേറെ പുസ്തകം വായിച്ചോണം. ശബ്ദവും ആരോഗ്യമുള്ളപ്പോൾ ഉറക്ക ഹല്ലേലൂയ പാടിക്കോണം. ശരീരത്തിന് ആക്കം ഉള്ളപ്പോൾ നടന്ന് യോഗത്തിന് വരികയും പോവുകയും ചെയ്തോണം. കൊടുക്കാൻ എന്തെങ്കിലും അവസരമോ സാവകാശമോ സാഹചര്യമോ ഉണ്ടെങ്കിൽ അന്നേരം കൊടുത്തോണം. സ്തോത്രം, സ്തോത്രം. നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയരുത്. എപ്പോഴും ചിലപ്പോൾ നമുക്ക് അവസരം കിട്ടിയെന്നും വരികയില്ല. കിട്ടുന്ന അവസരം നന്നായിട്ട് ഉപയോഗിച്ചോണം. 1-2 ദൃഷ്ടാന്തം തരാം. യാക്കോബിന് ലേയായി കൂടി മക്കൾ ജനിച്ചു. റാഹേല്, ലേയ, ബിൽഗ, ശിൽപ, 4 സ്ത്രീകളിൽ കൂടി യാക്കോബിന് പിള്ളേരുണ്ടായി. എത്ര മക്കളാ മൊത്തം? നിങ്ങളൊരു ധാരണ വന്നിട്ട് ഞാൻ പിന്നെ പറയാം. സൈറ്റാന്റെ ഭാര്യ സാധാരണ പറയാനാണല്ലോ, എന്ത് ചെയ്യാൻ? അതാ എനിക്കറിയാൻ പറയുമെന്ന്. അപ്പൊ 12 ആൺപിള്ളേരും ഒരു പെൺകുട്ടി. പെൺകുട്ടിയുടെ പേര് മോൻ അറിയാമോ? ഇല്ല. മോക്കറിയാവോ? ഇല്ല. പറഞ്ഞു തന്നെ തരുന്നു. ഒക്കെ ഞാൻ കണ്ട് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാലും പറഞ്ഞു കൊടുക്കാൻ ഒരാള് ഉണ്ടല്ലോ. 12 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. മൂത്തവന്റെ പേര് ഉറക്കെ പറ, രൂപൻ. ഏറ്റവും ഇളയവന്റെ പേര് ബെന്യാമീൻ. ആട്ടെ, നിങ്ങളെയും കൂടെ ഒന്ന് അറിയണമല്ലോ, വേണ്ടേ? പിന്നെ പഴയ ആൾക്കാർ പറയും മര പറഞ്ഞേ കൊടുക്കിടാവുള്ളൂ. ഓൺലൈനിൽ പറയാം, ഒരു വലിയ പുള്ളിക്കാരൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പം മൊത്തം 13 മക്കള്. അതിൽ ലേയായി കൂടി യാക്കോബിന് ആദ്യം ഒരു 4 ആൺപിള്ളേർ ജനിച്ചു. രൂബേനും ശിമയോനും ലേവിയും യഹൂദയും. റാഹേലിൽ കൂടി 2 പിള്ളേർ ജനിച്ചു. ആരൊക്കെയാണ്? യോസഫും ബെന്യാമീനും. പിന്നെ 2 ദാസിമാരാ, ബിൽഗ, ശിൽപയും. അവര് കൂടിയാണ് പിള്ളേര് ജനിക്കുന്നത്. ഒടുവിൽ റാഹേലിൽ കൂടി ദീനായും ഒക്കെ ജനിച്ചു. അതില് 2 പിള്ളേര് നഫ്താലിയും സെബുലൂനും.
അതിലൊന്ന് ദാസിയുടെ മകന. നിങ്ങൾ ആ 30-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും ഒന്ന് വായിക്കേ. ആ, ബിൽഗ ഗർഭം ധരിച്ച് യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. ആ ആ ആ ആ ആ അവന് ദാൻ എന്ന് പേരിട്ടു. അടുത്തത് ആ റാഗേലിന്റെ ദാസി ബിൽഗ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് 2ാമതൊരു മകനെ പ്രസവിച്ചു. അടുത്തത് ആ ആ അവന് നഫ്താലി എന്ന് പേരിട്ടു. അപ്പം ദാസിയിൽ കൂടി ജനിച്ച കുട്ടിയാണ് നഫ്താലി. ലേയായിൽ കൂടി വേറൊരു മകൻ ജനിച്ചു, സെബുലൂൻ. 19-ാം വാക്യം വായിച്ചേ, 30-19. ആ 4 ഓൾറെഡി നേരത്തെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 6ാമതൊരു മകനെ പ്രസവിച്ചു. ആ ആ അവന് സെബുലൂൻ എന്ന് പേരിട്ടു. അവൻ നഫ്താലി സെബുലൂനും. ഇതിൽ നഫ്താലി ദാസിയുടെ മകനാ. ഈ ദാസിയുടെ മക്കളായതുകൊണ്ട് അതിൻ്റെതായ വേറുകൃത്യമൊക്കെ വരും. കുടുംബമല്ലേ. ഈ സ്വന്തം മക്കളോട് വേറുകൃത്യം കാണിക്കുന്ന മാതാപിതാക്കളുണ്ട്. പക്ഷെ അവര് ശരിയാകുകയല്ല. ശരിയാകത്തില്ല. മക്കളെ ദൈവം നമുക്ക് തരുന്നതാ. അത് 2, 3, 5, 8 അങ്ങോട്ടൊന്നും പോകുന്നില്ല. 1, 2 അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയുള്ളൂ. 50 കൊല്ലം മുമ്പായിരുന്നേ പറയായിരുന്നു 5, 8, 10 എന്നൊക്കെ. എത്രയായിക്കോട്ടെ, ദൈവം നമുക്ക് തരുന്ന മക്കളെ വേറുകൃത്യം കാണിക്കരുത്. മകനാന്നേലും മകളാന്നേലും എല്ലാം ദൈവം തന്നതാ. കഴിവുള്ളവൻ കാണും, കഴിവ് കുറഞ്ഞവൻ കാണും, കളറുള്ളവൻ കാണും, കളർ കുറഞ്ഞവൻ കാണും, മിടുക്കൻ കാണും, മിടുക്ക് കുറഞ്ഞത് കാണും. പക്ഷെ ദൈവം തന്നതാ. അതിനകത്ത് വേറുകൃത്യം വെച്ചാൽ പ്രശ്നമാകും. ആമ്പിള്ളേരെല്ലാം കൂടെ നിന്നപ്പോൾ അപ്പം നേരെ കൊണ്ടൊരു അങ്ക് യോസേപ്പിന് കൊടുത്തത്. അത് കൊടുക്കേണ്ട കാര്യമൊന്നും ഉള്ളതല്ല. കൊടുത്തപ്പോൾ 12 കൊടുക്കണ്ടേ? വേണ്ടേ? അവന് മാത്രം അത് അപ്പം കൊടുക്കാൻ കാര്യമുണ്ട്. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് കൊണ്ട് കൊടുക്കും. നല്ല ന്യൂസ് ഒന്നുമില്ല, ദുശ്രുതി. അങ്ങനെ ദൂന്ന് എഴുതി വെച്ച് 2 കുത്തുണ്ട്. അതിന് നല്ല ശ്രുതിയല്ല. ചിലക്ക് അതൊക്കെ വലിയ ഇഷ്ടമായി, ആവശ്യമില്ലാത്തൊക്കെ കേൾക്കുന്നത്. എന്നിട്ട് ചേർത്ത് വലിയ ഇഷ്ടമാണ് ചിലക്ക് ഇത് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെന്ന് ന്യൂസ് കൊടുക്കുന്നവരുടെ ഒരു ചായം കൂടെ തരട്ടെ. പുള്ളി പറയാം, എന്നാ ഒന്നുകൂടെ എടുത്താൽ മതി. പിന്നെ ന്യൂസ് കേട്ടോണ്ടിരിക്കുക, ഒന്നുകൂടെ തരട്ടെ. അപ്പൊ ചിലർക്ക് ഈ ആവശ്യമില്ലാത്തതെല്ലാം കേൾക്കുന്നതും അതിന് അഭിപ്രായം പറയുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പൊ അപ്പനിത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നല്ലൊരു നിലയെങ്കി കൊണ്ട് അന്ന് മുതൽ കുടുംബത്തിൽ ചിത്തിരിപ്പായി. നിലയെങ്കി കൊണ്ട് കൊടുത്ത് അന്ന് മുതൽ ചിത്തിരിപ്പായി. ഞാനൊരു കാര്യം മാതാപിതാക്കളോട് പറയാം, നിങ്ങൾക്ക് ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ വേറുകൃത്യം കാണിക്കരുത്. സ്തോത്രം. കാണിച്ച കുടുംബത്തിൽ പ്രശ്നമാകുമെന്ന്. ഭാഗോടമ്പടി ചെയ്യുമ്പോൾ അതിലും കൃത്യമായിരിക്കണം. വേണ്ടേ? ഉണ്ടെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടേ പറ. ശരിയാണെങ്കിൽ ഞാൻ യോജിക്കാം, ഇല്ലെങ്കിൽ ഞാനത് ക്ലിയർ ആക്കിയേ പോവുള്ളൂ. ആണാന്നാലും പെണ്ണാന്നാലും ദൈവം നമുക്ക് തന്നതാ. ഇവിടെ ഇയ്യോബ് അങ്ങനെ കൃത്യത്തിന് അല്ലയോ കൊടുത്തത്? പുസ്തകത്തിൽ വാക്യമുണ്ടെന്ന്. സ്തോത്രം. ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയും. ഞങ്ങളുടെ അമ്മ ആ കാര്യത്തിൽ മിടുക്കിയ, ആ കാര്യത്തിലെ പല കാര്യത്തിലും മിടുക്കിയായിരുന്നു. അപ്പം ഒരിക്കലേ ഞങ്ങളുടെ ഒരു വകപ്പെട്ടൊരു ഉപ്പാപ്പൻ എനിക്കൊരു മുട്ടായി തന്നു. അന്ന് ഈ കടലാസിനകത്ത് പോകുന്ന മുടുത്ത മുട്ടായി. ഞാനതുമായിട്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിച്ചു, എന്തുവാടാ കൈ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, മുട്ടായി. എവിടുന്ന്? നമ്മൾ ഇന്ന ആള് തന്നതാ. എത്ര എണ്ണം ഉണ്ട്? ഞാൻ പറഞ്ഞു, 1. ഇങ്ങോട്ട് വന്ന്.
ഉടനെ അത് മേടിച്ച് വെച്ച് ഞാൻ നോക്കി നിൽക്കുക. അമ്മയോട് ഒന്നും എതിർക്കാനൊക്കത്തില്ല. ആ പിച്ചാത്തി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങളുടെ ഒരു കുഞ്ഞു വീടാ, അപ്പം ചെറിയൊരു കുഞ്ഞു തിണ്ണ അങ്ങനെ അടുക്കളയിൽ ഉണ്ട്. അപ്പം പിച്ചാത്തി ഞാൻ പിച്ചാത്തി എടുത്തുകൊണ്ട് വന്നപ്പോൾ അമ്മ വേറൊരു കടലാസിനകത്ത് ഈ മുട്ടായി പൊതിഞ്ഞിട്ട് ഈ അരപ്ലേസിലോട്ട് വെച്ച പിച്ചാത്തിയുടെ മാട് കൊണ്ട് ഇങ്ങനെ 4 പൊളന്നു. എന്നിട്ട് കടലാസെല്ലാം നിവർത്തപ്പോൾ 4 കഷണം. ഒരു കഷണം എനിക്ക് തന്നു. ഞങ്ങൾ 4 മക്കളാ. ഒരു കഷണം എനിക്ക് തന്നു. 3 കഷണം അവർ 3 പേരും വന്നപ്പം ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് മായുന്നില്ല. അതെ, ഒരു കഷണം എനിക്ക് ആ മുട്ടായി കിട്ടിയത് എൻ്റെ കയ്യിൽ ഇരുന്നതാ, എനിക്ക് തന്നതുമാ. അമ്മ സമ്മതിക്കില്ല. അപ്പൊ ഒരു കഷണം തന്നെ. അപ്പോ ചില അമ്മമാരാണെങ്കിൽ, എല്ലാ അമ്മമാരും അങ്ങനെയാന്ന് ഞാൻ പറയത്തില്ല. എന്തുവാടാ കയ്യിരിക്കുന്ന മുട്ടായി? ആര് തന്ന? ഇന്നാള്. എത്ര എണ്ണം ഉണ്ട്? ഒന്നുള്ളൂ, പെട്ടെന്ന് വന്നു. അവര് വരുന്നതിന് മുന്നേ. നമ്മൾ കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ പെട്ടെന്ന് നമ്മൾ വായിലിട്ടേച്ച് ഉടനെ ഇറക്കത്തില്ല, ഞൊണഞ്ഞു നിൽക്കും. അന്നേരമായിരിക്കും മൂത്തയാളോ ഇളയാളോ വരുന്നത്. അന്നേരം അവര് ചോദിക്കും എന്തുവാ എന്ന്. അപ്പൊ അവര് ചോദിക്കും എന്തുവാ വായി കിടക്കണം. ഉടനെ കരച്ചിലായി, ബഹളമായി, അലോക്യമായി, ഇല്ലേ? പക്ഷെ അമ്മ അന്ന് കാണിച്ച ആ മാതൃക ഇന്നും ഞാൻ മറന്നിട്ടില്ല. എത്ര കൊല്ലമായി? അതുകൊണ്ട് നിങ്ങളെല്ലാവരും യോജിക്കത്തില്ല കേട്ടോ. നിങ്ങൾ യോജിക്കുകയാണെന്ന് എനിക്ക് അറിയാവുന്ന എനിക്ക് വിഷയവുമല്ല. ഞാന് ശുശ്രൂഷയോടും യാത്രയോടും ഒക്കെ ബന്ധപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും 4 സാധനം വാങ്ങാൻ പരിശ്രമിക്കും, വാങ്ങുകയും ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിലേ അത് വാങ്ങാനും എനിക്ക് മനസ്സുള്ളൂ. അപ്പൊ ചോദിക്കും മറ്റു 3 പേരും അങ്ങനാണ്. അത് എന്റെ വിഷയമല്ല. അവരെന്തോ ചെയ്യുന്നു, അതൊന്നും എന്റെ വിഷയമല്ല. ഇപ്പം മറ്റു രാജ്യങ്ങളിൽ ഒരു നമ്മൾ കുടുംബജീവിതം നയിക്കുന്നവരല്ലേ, ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയാൽ സെയിം അതുപോലെ 4 എണ്ണം വാങ്ങും. ഇനി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ വൈഫുണ്ട്, ഒന്നും മിണ്ടത്തുമില്ല. നിങ്ങൾ ചിലരുടെ കാര്യം ഞാനിപ്പോൾ പൊതുവെ പറയുന്നു, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നു. നിങ്ങളാ പോയിട്ട് വരുമ്പോൾ പെട്ട് നമ്മളെ കൊണ്ട് പോലും തുറപ്പിക്കുകയല്ല, അവർ തന്നെ തുറക്കുന്നു. എല്ലാം മാറ്റി വെച്ചു. ഇതാണ് അതിൻ്റെ മൂത്ത പങ്കത്ത്. പിന്നെ 4 ഷീറ്റും എടുത്ത് അലമാരിക്കകത്തുകൊണ്ട്. പിന്നെ പെങ്ങൾ അഥവാ വരികയാണെങ്കിൽ പണ്ട് മേടിച്ചൊരു പഴയ ഷീറ്റ്. എല്ലാവരുടെയും കാര്യമല്ല, നല്ല പ്രാഗൽഭ്യത്തോടാ ഞാൻ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഇപ്പൊ എല്ലാവരെ കൊണ്ട് ഒക്കത്തില്ലായിരിക്കും. ഒക്കുന്നെങ്കിൽ നല്ലതാ. അപ്പൊ ചില സ്ത്രീകൾ ചോദിക്കും നിങ്ങൾക്ക് മാത്രമുള്ളോ ഇങ്ങനെ സഹോദര സ്നേഹം അങ്ങനെ ഇങ്ങനെ. അതൊന്നും നമ്മുടെ വിഷയമല്ല. അവനവന്റെ പ്രവൃത്തിക്കടുത്ത വിധിയാ. അതിലേ നമ്മൾ പഠിക്കുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നേ. അവനവന്റെ. ഞാനതുകൊണ്ട് വലിയ ചാട്ടവും ഗ്ലോറി വിക്ടറി കാൽവറി എന്നൊക്കെ പറഞ്ഞ് ഇളകുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇടയത്തില്ല. നമ്മൾ ഈ ചാട്ടമൊക്കെ കണ്ടുവച്ചിരിക്കുന്നതാ. സഭയ്ക്കകത്ത് വന്ന് കുത്തിച്ചാടി വെച്ച് അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പനെ അമ്മയെ അനാഥശാലയിലിട്ട് നോക്കുന്ന എത്രയോ പേരുണ്ട്. ഗ്ലോറി എന്നൊരു പറഞ്ഞാൽ മേക്കൂര വരെ ഇടിഞ്ഞു വീടുന്ന രീതിയിലാണ്. ഞാൻ എൻ്റെ ഒരു വശം പറഞ്ഞതുള്ളൂ. നമുക്ക് നിങ്ങൾ മുഖമൊന്നും കറക്കണ്ട, ഫ്രീ ആയിട്ട്. ഞാൻ ആ വിഷയം വിട്ട് ഇനി തൊടത്തില്ല. വിട്ട് വെറുതെ എന്തിനാ നിങ്ങൾ ആലോക്യം ഉണ്ടാക്കുന്നത്? വേറെ കൃത്യം കാണിക്കരുത്. സ്തോത്രം. അപ്പോൾ ഈ നഫ്താലി സെബുലൂനും, നഫ്താലി
അപ്പം മറ്റുള്ളവർക്ക് ഇവരോട് ചെറിയ വെച്ചിരുത്തുമൊക്കെ ഉണ്ട്. ദാസിയുടെ പിള്ളേരല്ലേ, അതിൻ്റെതായ ചില ഉണ്ട്. നമ്മൾ എത്ര ആത്മീയമാണെന്ന് പറഞ്ഞാൽ ഇതൊന്നും അകത്തിന്ന്. പിന്നെ ഞാൻ എല്ലാ കൊല്ലവും 21 ഇരിക്കും, സമാധി ഇരിക്കും പോലെ. എന്നാൽ ഇതൊന്നും അകത്തിന്ന് അധികം. ഞങ്ങള് ഒരു സ്ഥലത്ത് ഇതുപോലെ ശുശ്രൂഷകർ ഇരിക്കുമ്പോൾ, സ്ഥലവും പേരും ഒന്നും പറയത്തില്ല, കാരണം അവരും ചിലപ്പോൾ ഓൺലൈനിലുണ്ട്, വെറുതെ എന്തിനാ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന്റെ ആവശ്യമില്ല. വിഷയം പറയാം. ഇങ്ങനെ ഞങ്ങൾ നിരന്നിരുന്ന് സംസാരിക്കുമ്പോൾ അതിലെ മെയിൻ പാസ്റ്റർ അടുത്തിരുന്ന പാസ്റ്ററോട് പറയുക, ഞാനിപ്പുറം ഇരിപ്പുണ്ട്, ഞാനും കേട്ടോണ്ടിരിക്കുക, അടുത്തിരിക്കുകയല്ലേ, ആ സെന്ററിൽ തന്നെ ഉള്ള ഒരു സഹോദരന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലല്ല പറയേണ്ടത്, തേജോവധം ചെയ്യുക. അവരുടെ കുടുംബത്തിന്റെ ചരിത്രവും, അവരുടെ അപ്പൻ അങ്ങനെ ആയിരുന്നു, വല്യപ്പൻ ഇങ്ങനെ ആയിരുന്നു, ഞങ്ങളുടെ വീട്ടിലെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ, അത് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ ഇങ്ങനെ, അത് നല്ല രീതിയിലല്ല, ആക്ഷേപിച്ചായി പറയുന്നത്. ഇപ്പൊ വലിയ വാസമായി അങ്ങനെ അങ്ങനെ. ഞാനിപ്പറ കേട്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഈ ആരെ ആ പറഞ്ഞ ആ വ്യക്തി വരിക ബൈബിളുമായിട്ട്. ഉടനെ ഈ പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളി, സ്തോത്രം ബാബു, എന്തുകൊണ്ട് വിശേഷം, ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല. അപ്പൊ തന്നെ പുള്ളി എല്ലാ വർഷവും 21 സമാധിക്കുമ്പോൾ, മനസ്സിലാകുന്നുണ്ടോ? വചനത്തിൽ നിന്നൊരു തെളിവ് തരാം, അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. യാക്കോബ് ലാബാന്റെ വീട് വിട്ടിങ്ങോട്ട് പോരുക, ഭാര്യമാരും പിള്ളേരും എല്ലാം ഉണ്ട്, സമ്പത്തും ഇഷ്ടം പോലെ. യാത്ര ചെയ്ത് യാബോക്ക് കടവിന്റെ തീരത്ത് വന്നു, എല്ലാം അക്കരെ കടത്തി. പുള്ളിക്ക് പ്രതിസന്ധിയാ, ചേട്ടൻ കൊല്ലാൻ നിൽക്കുകയല്ലേ, ഇവിടെയും ഗത്യന്തരമില്ല. അപ്പൊ ആ പ്രതിസന്ധിയുടെ നടുവിൽ വളരെ ഭാരപ്പെട്ടപ്പോൾ ദൂതൻ വന്നു, മല്ല് പിടിച്ചു. ഉൽപ്പത്തിയിൽ മല്ല് പിടിച്ചെന്ന ഹോശിയ പറഞ്ഞേക്കുന്ന പ്രാർത്ഥിച്ചെന്ന, കരഞ്ഞു. എന്റെ ഭാഷ പറഞ്ഞ മുടിരാത്രി പ്രാർത്ഥന. നമ്മുടെ മുടിരാത്രി 12 ആകുമ്പോൾ തീർന്നിട്ട് ഓരോ ബണ്ണും 2 പഴവും, ഒന്നെങ്കിൽ ഒരു ഉള്ളിവടയും, ആ ഉഴുന്നുവട, അത് നമ്മൾ തിന്നു വെച്ച് കൈ ആ പായിലും തൂത്ത്. അവിടുത്തെ മുടിരാത്രി പ്രാർത്ഥന രാവിലെ വരെ, നേരം വെളുത്തിട്ടും യാക്കോബ് പ്രാർത്ഥന നിർത്തുന്നില്ല. ഭൂതം പറഞ്ഞു, ജേക്കബേ വിട്, നേരം വെളുത്ത് എനിക്ക് പോണം, എനിക്ക് ഒത്തിരി ഡ്യൂട്ടി ഉള്ളതാ, എന്നെ വിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ. ജിപിക്കാര് പാടുപാടുന്ന, എന്നെ അനുഗ്രഹിക്ക ദേവായി പോൽ എന്നെ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിന്ന് നിന്നെ വിടുകയിൽ. ഇപ്പൊ നേരം വെളുക്കുന്നത് വരെ പ്രാർത്ഥിച്ചു. ഒടുവിൽ ആ സംഭവമൊക്കെ അറിയാം, മുടിരാത്രി പ്രാർത്ഥന, വിടുതലുമൊക്കെ കിട്ടി. ഇതിന്റെ പേര് ഇനി ഇസ്രായേലാ. നിങ്ങൾ സൂത്രബുദ്ധി നോക്കിക്കോണം. മുടിരാത്രി പ്രാർത്ഥന കഴിഞ്ഞ് വിടുതലും കിട്ടി, പേരുമൊക്കെ മാറി, പ്രകൃതി എല്ലാം മാറി. അക്കരെ കയറിയപ്പോ ഇയാളുടെ സൂത്രം, ഏശാവ് 400 പേരെയും കൂട്ടിക്കൊണ്ട് വരുന്നെന്ന് ന്യൂസ് കിട്ടി. ഉടനെ പുള്ളി ഏറ്റവും ഫ്രണ്ടിൽ ലേയായെയും പിള്ളേരെയും നിർത്തി. കണ്ണത്ര നല്ലതല്ല, തട്ടിപ്പോവാണ് അവള് തന്നെ ആദ്യം. അതിന്റെ പുറകിലെല്ലാം ദാസിമാരെ പിള്ളേരെയും നിർത്തി. ഏറ്റവും പുറകിൽ റേച്ചൽ ആന്റിയും ജേക്കപ്പച്ചായനും. ഇവിടെ റേച്ചൽ ഉണ്ടേ ക്ഷമിക്കണം, ജേക്കമ്പുണ്ടേലും ക്ഷമിക്കണം. നമ്മുടെ പേര് റേച്ചൽ എന്നാണോ? ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ യാക്കോബിന്റെ അകത്തെ ചിന്ത, അഥവാ ഏശാവുമായിട്ട് ഒരു പ്രതിസന്ധിയോ ഒരു തടസ്സമോ പ്രശ്നം വന്നാൽ ആദ്യം ആരെങ്കിലും തട്ടിപ്പോകാണ് ഇതുങ്ങളല്ല
അപ്പൊ അടി മൂക്കുമ്പം എനിക്ക് റേച്ചലുമായിട്ട് ഇതിലെ വേറെ വഴി കൂടെ സൂത്രം കണ്ടു. മുടിരാത്രി പ്രാർത്ഥന കഴിഞ്ഞാഴ്ച ദൈവത്തെ അഭിമുഖമായിട്ട് കണ്ടിട്ടാ സ്വഭാവം കണ്ടോ. ഇതൊരു ദൃഷ്ടാന്തമാ. ഇന്നത്തെ ആത്മീക ലോകത്തും സിംഹഭാഗവും ഇതൊക്കെ തന്നെ. ഓൾ നൈറ്റ് ഉണ്ട്, ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്, ക്രൂസേഡ്, മെഗാ ക്രൂസേഡ് മുതൽ മിറ്റത്തെ കൺവെൻഷൻ വരെ. എനിക്കന്ന് ബുധനാഴ്ച മിറ്റത്താ കൺവെൻഷൻ, അവിടെ നരണത്ത് മാർത്തോമപ്പള്ളിയുടെ വാതുക്കല ഒരു വീടിന്റെ മിറ്റത്ത്. അപ്പൊ മിറ്റം തിന്നിറങ്ങുന്ന കൺവെൻഷനിലോട്ടാ. പിന്നെ വലിയ വലിയ മെഗാ കൺവെൻഷന് സുവിശേഷ യോഗ, ഇപ്പൊ പിന്നെ പല പേരുകൾ, അഗ്നിമഴ, തീമഴ, കൽമഴ, പെരുമഴ, ഡുനാമീസ്. ഒരു തള്ള പറഞ്ഞു എന്നാന്ന് അറിയാമല്ല, ഏതെങ്കിലും പോവാന്ന് പറഞ്ഞു. ഡുനാമീസ് തള്ളക്ക് തന്നെയാന്ന് പോലും നോട്ടീസിൽ പേര് ഡുനാമീസ്. ഒരു താണ്ട് എന്തോ വിഷയമാണെന്ന് അവർക്ക് മനസ്സിലായി. ഇതെന്നാന്നൊന്നും അവർക്ക്. പക്ഷെ ഇതെല്ലാം നടത്തുന്നെങ്കിലും നമ്മുടെ പ്രകൃതിക്ക് അങ്ങോട്ട് മാറ്റം വരുന്നില്ല. സ്തോത്രം, സ്തോത്രം. അവൾ ഈ പിള്ളേരോട് വെച്ചിരുത്തുണ്ട് കേട്ടോ. പിള്ളേരെ പല കാര്യത്തിലും അകത്ത് നിർത്തും. അപ്പോൾ ഞാൻ ഓടിച്ചു പറയാം, നഫ്താലി സെബുലൂനും, നഫ്താലി ദാസിയുടെ പിള്ളേരല്ലേ, വേർകൃത്യങ്ങളൊക്കെ ഉണ്ട്. ആത്മീകത്തിലുമൊക്കെ അങ്ങനെ ഉണ്ട്. ഉണ്ട്. തർക്കിക്കുമൊന്നും വേണ്ട. നേതാക്കന്മാർക്ക് കാശുമൊക്കെ കൊടുത്ത് ഓശാന പറഞ്ഞവര് ശൈന പ്രദർശനമൊക്കെ ചെയ്ത് ഓച്ചാ ഓ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സഭയും നല്ല ചുറ്റുപാടും ഒക്കെ അങ്ങനെ കൊടുക്കുമെന്നല്ല ഉണ്ട്. അതേസമയം ഇതിനൊന്നും വിധേയപ്പെടാത്ത ചില സാധുക്കളാകുന്ന ദൈവദാസന്മാരാണ്. അവരിപ്പോൾ ഇവാഞ്ചലിസ്റ്റ് തന്നെ. 35 കൊല്ലമായി ഇവാഞ്ചലിസ്റ്റ് ജോർജ് കുട്ടി ഹൈസ്കൂളിൽ പോലും പഠിക്കാത്ത വന്ന് അവൻ ഡോക്ടർ റോറൻസോ ആൻസോ. ഇത് എന്നാന്ന് പോലും അവന് അറിയത്തുമില്ല. അതൊക്കെ വേറെ വിഷയം, പോട്ടെ. ഞാൻ ആ ഭാഗത്തേക്ക് കയറി ഒരു അലോഗ്യം ഉണ്ടാക്കുന്നില്ല. വേറെ കൃത്യമൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ, പക്ഷെ ഈ നഫ്താലിയും സെബുലൂനും ചിന്തിച്ചു, ഇവര് വേറെ കൃത്യം കാണിക്കുക, എന്തെങ്കിലും കാണിച്ചോട്ടെ, എന്നെങ്കിലും ദൈവം നമുക്ക് അവസരം ഒരുക്കും. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നഫ്താലി ഇങ്ങനെ ചിന്തിച്ചു, ഇവരിപ്പം നമ്മളെ കായ്ക്ക് ഒടിയിക്കുന്നില്ല, പല അവസരത്തിൽ നിന്ന് ഒഴിക്കുക, ആയിക്കോട്ടെ, ഒന്നും മിണ്ടുന്നില്ല, എന്നെങ്കിലും ദൈവം എനിക്ക് അവസരം ഒരുക്കും. ഞാൻ പാളയം അടിച്ച വിഷയമൊന്നും പറഞ്ഞില്ല. അങ്ങോട്ട് പോയാൽ ഇന്ന് നാളെയും പ്രസംഗിച്ചാൽ തീരുകയല്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരിക. ദൈവത്തിന് മഹത്വം. അങ്ങനെ നഫ്താലി സെബുലൂനും ഒക്കെ നോക്കി ഇരുന്നപ്പോൾ ഇസ്രായേലിൽ ന്യായാധിപന്മാരുടെ ഭരണം അങ്ങോട്ട് തുടങ്ങി മുമ്പോട്ട് വന്ന്. അപ്പൊ മരുഭൂമി പ്രയാണമൊക്കെ കഴിഞ്ഞു, കനാനിൽ കയറി. ന്യായാധിപന്മാരുടെ ഭരണകാലം അങ്ങോട്ട് വന്നപ്പോൾ ആമേൻ, യാബീന്റെ സേനാപതി സീസര, അവൻ 900 ഇരുമ്പരഥവുമായിട്ട് ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഇവൻ നിമിത്തം എല്ലാവരും പേടിച്ച് പ്രശ്നമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ലപ്പീദോത്തിന്റെ ഭാര്യ ദബോര, ലപ്പീദോത്ത് തീപ്പന്തം, ദബോര തേനീച്ച, മാപ്പിളം മെമ്പളി ഒത്തല്ല, തേനീച്ചൻ തീപ്പന്തോ ഒരു വീട്ടിലുണ്ടെങ്കിൽ എന്തുവാ. അവൾ ഈ സഹോദരി പെട്ടെന്ന് ബാലാക്കിനെ വിളിച്ചു ദൂത് പറഞ്ഞു, സീസറിയെ ദൈവം നിന്റെ കയ്യിൽ തരാൻ പോവുക. അപ്പൊ ഈ പുള്ളി പറഞ്ഞു, അമ്മാമേ അതൊക്കെ പുള്ളി ഗ്ലോറി എന്നൊക്കെ പറഞ്ഞ് ചാടിയെങ്കിലും പറഞ്ഞു, അമ്മാമയും കൂടെ വരണമെന്ന് പറഞ്ഞു. അമ്മാമയും കൂടെ, അമ്മാമ്മ ചേട്ടാ നിന്റെയിനകത്ത് വരുന്ന ഒക്കെ സമ്മതിച്ച അമ്മാമ. അപ്പൊ ദൂത് തിരിഞ്ഞു. അങ്ങനെയാണ് സീസറയെ ഒരു സ്ത്രീയുടെ കൈ കൊടുക്കും. അവൻ പറഞ്ഞു, ആരുടെയും കൈ കൊടുക്കാം, അമ്മാമ്മ വാ. അങ്ങനെ ദബോരയും കൂട്ടിക്കൊണ്ട് നഫ്താലിയുടെയും സെബുലൂന്റെയും 10,000 പേര് അവരുമായിട്ട് താബോർ പർവ്വതത്തിന്റെ മുകളിൽ കയറി. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എന്നാൽ ആ യുദ്ധത്തിൽ പോകാഞ്ഞവരും പോയിട്ട് പ്രയോജനമില്ലാത്തവരെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചേ, 13-ാം വാക്യം മുതൽ വായിച്ചേ. 5:13 മുതൽ വായിക്കണം. അത് 4:13 ആയിരിക്കും. 5:13 മുതൽ വായിച്ചേ. അതല്ലേ സംക്ഷിപ്ത വിവരണം. 4-ാം അധ്യായത്തിൽ ചരിത്രവും 5-ാം അധ്യായത്തിൽ സംക്ഷിപ്ത വിവരണം. 5-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിച്ചു. അന്ന് ശ്രേഷ്ഠന്മാരുടെ ചിറ്റവും പടജനവും എനിക്കായിട്ട് ഇറങ്ങി വന്ന്, വീരന്മാരുടെ മധ്യ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. അടുത്ത വാക്യം, എബ്രഹീം എന്ന അമാലിക്ക് പേരുള്ളവരും ബെന്യാമിനെ നിന്റെ പിന്നാലെ അധിപന്മാരും സെബുലൂനിൽ നിന്ന് നായക ദണ്ഡകധാരികളും വന്നു. അടുത്ത വാക്യം, ഇസഖാർ പ്രഭുക്കന്മാർ ദബോരയോട് കൂടെ ഇസഖാർ എന്ന പോലെ
ചേടി പുറപ്പെട്ടു. അടുത്ത വാക്യം. രൂപേന്റെ നീർച്ചാലുകൾക്കരികെ കനമേറിയ മനോനിർണയങ്ങളുണ്ടായി. അടുത്ത വാക്യം. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുടിലൂത്ത് കിടക്കുവാൻ നീ തൊടുത്തുകൾക്കിടയിൽ താമസിച്ച് കിടക്കുന്നത് എന്താ? യൂബേന്റെ നീർച്ചാലുകളിലേക്ക് കനമേറിയ മനോനിർണയമുണ്ട്. അടുത്ത വാക്യം. ഗിലിയാദ് യോർദാൻ അക്കരെ പാർത്തു. അടുത്തത്. ദാൻ കപ്പലുകൾക്കരികെ, ഷിപ്പ്യാർഡില്ല, അതാ പുള്ളി വരികയല്ല, കപ്പലുകൾക്കരികെ പാർത്തു. അടുത്തത് എന്ത്? ആഷേർ അല്ല, ആഷേർ സമുദ്രത്തിൽ അനങ്ങാതിരുന്നു. പുള്ളി യോത്തിന് വരും, അനങ്ങത്തൊന്നുമില്ല. വന്ന് ഒരു കസേര, പുള്ളിയുടെ ഫിക്സഡ് കസേര ആ സഭയിൽ വന്നിങ്ങനെ 2 മണിക്കൂർ യോത്തിനെല്ലാം വരും, അനങ്ങയല്ല. ആഷേർ സമുദ്ര തീരത്ത്. സെബുലൂൻ പ്രേരണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കള മേടുകളിൽ. ഞാൻ വിവരിക്കുന്നില്ല, ദൈവത്തിന് മഹത്വം. ഈ സീസരിയുമായുള്ള യുദ്ധത്തിൽ മിടുക്കന്മാരും പ്രഗത്ഭന്മാരും ആരും ചെന്നുമില്ല, ചെന്നവരൊട്ട് ഗുണമായുമില്ല. പക്ഷേ ദബോറയുടെയും ബാരാക്കിന്റെയും കൂടെ പർവ്വതത്തിൽ, താബോർ പർവ്വതത്തിന്റെ മലമുകളിൽ കയറി ഒറ്റ വാക്ക് പറഞ്ഞ ദൈവത്തെ ആരാധിച്ചത് അവൻ നഫ്താലിയുടെയും സെബുലൂന്റെയും 10,000 പേരാണ്. ദാസിയുടെ പിള്ളേര് പർവ്വതത്തിൽ കയറി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. മിടുക്കന്മാരാരും പോയില്ല. നിങ്ങൾ ആ പോകാഞ്ഞിന്റെ ആൾക്കാർ 5:6 മുതൽ വായിച്ചു. 5:6 മുതൽ. അനാത്തിപുത്രനായ ശങ്കരൻ നാളിൽ യായേലും കാലത്തും പാതകൾ ശൂന്യമായി, വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടെ നടന്നു. ദബോറയാകുന്ന ഞാൻ എഴുന്നേക്കുന്നവരെ, ഇസ്രായേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രായേലി അജേഷമില്ലായിരുന്നു. അവർ നൂതനന്മാരെ വരിച്ചു ഗോപുരദ്വാരത്തെങ്കിൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന് 40,000 മധ്യ പരിചയം കുന്തം. അപ്പൊ എല്ലാ ഓരോ വാക്യം എടുത്ത് പ്രസംഗിക്കേണ്ടതിന് മുതിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും കുലീനന്മാരും മിടുമിടുക്കന്മാരും പോയില്ല. എന്നാൽ താബോർ മലയുടെ മുകളിൽ ദാസിയുടെ മക്കളാകുന്ന നഫ്താലി, ആമേൻ, സ്തോത്രം, ഇവരെ ചാടി പർവ്വതത്തിൽ കയറി. ദബോര ദൂത് പറഞ്ഞു, ബാരാക്കും ദൂത് കെട്ടി ഇവർ ദൈവത്തെ പർവ്വതത്തിന്റെ മുകളിൽ ആരാധിച്ചു. ദൈവവചനം പഠിപ്പിക്കുന്നത് ഇവര് പർവ്വത മുകളിൽ ആരാധിച്ചപ്പോൾ, ഇവര് ദൈവത്തെ സ്തുതിച്ച് പാടി ആരാധിച്ചപ്പോൾ ദൈവം ദൂതനെ ഇറങ്ങി. സ്വർഗത്തിൽ നിന്ന് ദൂതം വന്ന് കുതിരയുടെ കുതിയരമ്പ് വെട്ടി, ഞരമ്പ് വെട്ടി. അതാ നക്ഷത്രങ്ങൾ പൊരുതി. അപ്പൊ ആ സീസരിയുമായി സ്വഗതികളിൽ, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? യോടി വായിച്ച താഴോട്ട്. പൊരുതേ ചെന്നൈയാണോ നോക്കുന്നത്? ഞാൻ പൊരുതാനാ. വായിക്കേ. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. അടുത്ത വാക്യം. രാജാക്കന്മാർ വന്ന് പൊരുതി താനാക്കിൽ വെച്ച മെഗിത്തോ വെള്ളത്തിനിരിക്കെ വന്ന് പൊരുതി വെള്ളി അങ്ങ് കൊള്ളയായി തീർന്നു. അടുത്ത വാക്യം. ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി അവ സീസറിയുമായി സ്വഗതകളിൽ പൊരുതി. ചുരുക്കി പറഞ്ഞാൽ നക്ഷത്രം പൊരുതി എന്ന് പറഞ്ഞാൽ ദൂതൻ ഇറങ്ങി വെട്ടി. ദൈവമക്കൾ പർവ്വത മുകളിൽ ആരാധിച്ചപ്പോൾ ആരാധിച്ചവർക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. നിന്നെ പീഡിപ്പിക്കുന്ന, ഉപദ്രവിക്കുന്ന, വഞ്ചിക്കുന്ന, ചതിക്കുവാൻ, നശിപ്പിക്കുവാൻ നിൽക്കുന്ന വൈരിയെ ദൈവം ദൂതനെ വിട്ടുവെട്ടും. ദൂതനങ്ങോട്ടിറങ്ങി കുതിരയുടെ കുതിക്കിട്ട് വെട്ടി, കുതിയരമ്പ് വെട്ടി. അപ്പൊ കുതിര ചാടി. അതാ 5:22. അന്ന് വൽഗിതത്താൽ, ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പകൾ ഘട്ടനം ചെയ്ത് അടിച്ച് തകർത്ത് ദൈവം. എല്ലാം വിവരിക്കുന്നില്ല. കുതിരയുടെ കുതിയരമ്പ് വെട്ടി ദൂതൻ. കുതിരയുടെ കുതിയരം വീഴുമ്പോൾ കുതിരയെല്ലാം കൂടെ പടന്നു. അപ്പം രഥത്തിലിരുന്ന ഈ 900 ഇരുമ്പിടുതമായിട്ട് വന്ന മിടുക്കൻ രഥത്തിൽ നിന്ന് ഇറങ്ങി ഓടുക നടക്കുകയും ചെയ്ത്. അയാൾ ആകെ വെപ്രാളം കയറി പരവേശം കയറി വന്നപ്പം യായേല്, സ്തോത്രം, യായേലിന്റെ അവിടെ. അപ്പൊ യായേല് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഭർത്താവ് മോശയുടെ അളിയനുമായിട്ട് ഇച്ചിരി അടുപ്പമുള്ളതുകൊണ്ട് ഇവളെ യോഗത്തിന് വിടുകയല്ല. ഇവക്ക് പോകണമെന്നുണ്ട്. ഇയാൾ എന്ത് ചെയ്താ? വിടുകയല്ല. അപ്പൊ അവളും ചിന്തിച്ചു, ആ വിടുകയല്ലെങ്കിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും. ദൂതുണ്ടല്ലോ ഒരു സ്ത്രീയുടെ കൈ കൊടുക്കുമെന്ന്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, അവനെ ദൈവം ഇവിടെ കൊണ്ടുവരും. അവള് മുട്ടായിരുന്നു പ്രാർത്ഥന. ഒരുമാരൊക്കെ പ്രാർത്ഥിച്ച് പൊരുതിക്കോണം. അവള് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചേച്ച് വന്നിങ്ങനെ നോക്കും എന്തോ ആയെന്ന്. അന്നേരം അവിടെ ഭയങ്കര ബഹളം നടക്കുക. പിന്നെ അവള് വന്നിരുന്ന് പ്രാർത്ഥിക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ നോക്കും. അങ്ങനെ ഒരിക്കൽ പ്രാർത്ഥിച്ചേച്ച് വന്ന് നോക്കിയപ്പോ സീസരാ നടന്നു വരുന്നു. നടന്നിങ്ങോട്ട് വന്നപ്പോ ഇവൻ ആകെ വെപ്ര, ഇവന്റെ കുതിരയെല്ലാം കൂടെ അടിച്ച് ദൈവം തകർത്ത് ഇവൻ ആദ്യം കയറി വന്നിച്ചു, അമ്മാമ്മേ ഭയങ്കര പരവേശിച്ചിട്ട് വെള്ളം തരാവോ? അവൾ ഇവനെ ഉന്നം വെച്ച് പ്രാർത്ഥിച്ചിരിക്കുക. അവള് പറഞ്ഞു, ഇങ്ങോട്ട് കയറിക്കോളാം. ഇങ്ങോട്ട് കയറ്. വെള്ളമാ ചോദിച്ചത്. അവള് തുരുത്ത് തുറന്ന് പാല് കൊടുത്തു. കുടിച്ചപ്പോ അവൻ ഉറക്കം വന്നു. ഗാഠനെന്തിരാ? അവൾ ആ പരവതാനി കൊണ്ട് അവനെ അങ്ങ്, എന്റെ ഭാഷ പറയാം, ഈ പരവതാനിയുടെ പുറത്തിരുന്ന ഇവള് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചെടുത്ത് ദൈവം കൊണ്ട് കേട്ടുക. നീ പ്രാർത്ഥിക്കുന്ന മുറിക്കകത്ത് അത്ഭുതം നടക്കും.
നീ ഇവിടെ ഇരുന്ന് ഇപ്പൊ എല്ലാ തിങ്കളാഴ്ച ഇവിടെ പ്രാർത്ഥിക്കുക, ഇതിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. ഇവിടെ വരുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ഇവിടെ വന്നിരുന്ന് 2-3 മണിക്കൂറല്ലേ 1-1.5 മണിക്കൂർ ഇരിക്കുന്നത് നഷ്ടമല്ല. നീ ഇരിക്കുന്ന കിടത്ത് ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. ആ പരവതാനി കൊണ്ട് അവളവനെ മൂടി. ഗാഠതത്തിന് കൂടാരത്തിന് കൂച്ചി ഒരെണ്ണവനെ അടിച്ചവനെ ചെന്നി തകർത്ത് കളഞ്ഞു. അപ്പൊ ഇത് പറയാനല്ല ഞാൻ പറഞ്ഞത്. ഈ നഫ്താലിയുടെ ആൾക്കാർ ദൈവത്തെ ആരാധിച്ചു. ദൈവം അത് അവസരം കിട്ടിയത് നഷ്ടപ്പെടുത്തിയില്ല. ആരാധിക്കാനും പ്രാർത്ഥിക്കാനും അവസരം കിട്ടിയപ്പോൾ നഫ്താലി ചാടി കയറി. ദുഷ്കാലമായാൽ 2 അധികം വിവരിക്കുന്നില്ല. ദാവീദിന്റെ കാലത്ത് പെട്ടകം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആദ്യം ഒരു പോക്ക് പോയി കുഴഞ്ഞു. ബിരുദന്മാരെയാ കൊണ്ടുപോയത്. 30,000 ബിരുദന്മാര്. സഭയ്ക്കകത്തെല്ലാം വിശുദ്ധന്മാര് കുറവാ, കൂടുതലും ബിരുദന്മാർ. അവരായിപ്പോ ഇതെല്ലാം നിയന്ത്രിക്കുന്നതും. ബിരുദന്മാരുമായിട്ട് പോയി ആകെ കുഴഞ്ഞു. കാള വരണ്ടുമ്പോ വണ്ടി ഇളകിയപ്പോ പെട്ടകം അനങ്ങി. അപ്പൊ ഉഷ പെട്ടകത്തെ കയറി വട്ടം. കാളയ്ക്ക് പെട്ടകം എന്നാ, മന്ന എന്നാ, വടി എന്നാന്ന് കാളയ്ക്ക് വല്ലതും. കാള ഇതെല്ലാം കൂടെ കണ്ട് ഇളകി. പെട്ടകം ഇളകിയപ്പോ ഉഷ പെട്ടകത്തെ വട്ടം പിടിച്ചവൻ തട്ടിപ്പോയി. ദാവീദ് ഞെട്ടിപ്പോയി. ദാവീദ് പറഞ്ഞ മന്നയും വേണ്ട, വടിയും വേണ്ട, ഒന്നും വേണ്ട, എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം രണ്ടാമതൊരു പോക്ക് പോയി. അത് പറയാനാ. രണ്ടാമത്തെ പോക്കിൽ ബിരുദന്മാരെ കൊണ്ടുപോയില്ല, 850 ലേവ്യര്. ആ കൊണ്ടുപോയ കൂട്ടത്തിൽ ഈ പെട്ടകം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ നിന്ന് പുരോഹിതന്മാരുടെ ലേവ്യരുടെ തോളെ വെച്ച് 6 ചുവട് വെച്ചപ്പോ യാഗം കഴിച്ച് ഇങ്ങോട്ട് വരുക. അങ്ങനെ ഇങ്ങോട്ട് ആ വരവിനെ പറ്റി സംഗീതക്കാര് മുൻപിൽ നടന്നു, വീണക്കാര് പിമ്പി നടന്നു, തപ്പ് കൊട്ടുന്ന കന്യകമ ഇരുപുറവും നടന്ന് ഇങ്ങനെ കൊണ്ടുവരിക. ആ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ വായിച്ച 24 മുതലൊന്ന് വായിച്ച 24 മുതൽ ഏത് 24 എന്നായിരിക്കും? 68-ാം സങ്കീർത്തനം 24 മുതൽ വായിര് പെട്ടെന്ന്. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ട് എന്റെ ദൈവം രാജാവായവന്റെ വിശുദ്ധ മന്ദിരത്തെങ്കിലുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ മുമ്പിൽ നടന്നു, തപ്പ് കൊണ്ടുവന്ന കന്യകമാർ ഇരുപുറവും നടന്നു. അടുത്തത്, ഇസ്രായേലിന്റെ ഉറവകൾ എന്നുള്ളവരെ ദൈവമായ യഹോവയെ നിങ്ങൾ വാഴ്ത്തുവീൻ. അടുത്ത വാക്യം, അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദാ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബുലൂൻ പ്രഭുക്കന്മാരും നഫ്താലി. അപ്പൊ അത് കണ്ടോ? അപ്പോൾ ഈ പെട്ടകം ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് ദൈവത്തെ പാട്ട് പാടുന്നു, തപ്പടിക്കുന്നു, നൃത്തം ചെയ്തപ്പോൾ നഫ്താലി അതിനിടെ കയറി ആരാധിക്കാൻ. ദുഷ്കാലമാകയാൽ സമയം കണ്ടോ? ദബോരയുടെ കൂടെ ആരാധിക്കാൻ നഫ്താലി പർവ്വതത്തിൽ കയറി. യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നേതൃത്വത്തിൽ കൃപയിൽ ശരണപ്പെട്ട് കൊണ്ടുവന്നപ്പോൾ നഫ്താലിയും അതിനകത്ത് കയറി. സമയം തക്കത്തിൽ. അതുകൊണ്ട് സംഭവിച്ച ഒരു കാര്യം, എനിക്കിതെല്ലാം വേറെ വാക്യങ്ങൾ ചേർത്ത് കോർത്തിണക്കി ഇതിനിടയ്ക്ക് വേറെ പാട്ടുകളും ഒക്കെ പാടി സാധാരണ ഞാൻ ഇതൊക്കെ പ്രസംഗിക്കുന്നത്. ഇന്ന് അതിന് മുതിരുന്നില്ല. എന്നാലും നിങ്ങൾ ഇത്ര സഹകരിക്കുന്നല്ലോ, വലിയ കാര്യം. അപ്പൊ ഇവനെ 2 സ്ഥലത്ത് അവസരം നഷ്ടപ്പെടുത്തിയില്ല. അതുകൊണ്ട് സംഭവിച്ച ഒരു കാര്യം പറയാം, വിശദീകരിക്കുന്നില്ല. ലോകപാപം ചുമക്കാൻ, മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ സ്വർഗത്തിലായിരുന്ന നമ്മുടെ ദൈവം യേശുക്രിസ്തു, ആ സർവജ്ഞനായ ദൈവം ഈ ഭൂമിയിൽ അവതരിച്ച് യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ കന്നി പ്രസംഗം നഫ്താലിയുടെ നാട്ടിലായിരുന്നു. സമയം തക്കത്തിൽ ഉപയോഗിച്ചതുകൊണ്ട് ലോകപാപം ചുമക്കാൻ ഇറങ്ങി വന്ന യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ കന്നി പ്രസംഗം നഫ്താലിയുടെ അതിരുകളിലാണ്. മത്തായി 4:18 മുതൽ വായിച്ചേ. ആ ആ അടുത്തത്, അടുത്തത്, അടുത്ത വാക്യം, അടുത്തത്.
അടുത്തത് 4-ാം അധ്യായത്തിന്റെ 12 മുതൽ വായിക്കണേ. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറ്. അടുത്തത് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കബർന്നഗൂമിൽ ചെന്ന് പാർത്തു. അടുത്തത് സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. സാക്ഷാൽ വെളിച്ചമായവന്റെ ആമൻ കന്നിപ്രസംഗവും ശുശ്രൂഷയും ഈ നഫ്താലിയുടെ ദേശത്തായിരുന്നു. കാരണം നഫ്താലി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. യെശയ്യാവ് 9:1 വായിച്ചു. അതിനോട് ചേർത്ത് ഇരുട്ടിൽ നിന്ന് ജനമെന്ന യെശയ്യാവ് 9:1 പെട്ടെന്ന്. യെശയ്യാവ് 9:1 തിമിരം. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിന് നഫ്താലി ദേശത്തിന് ഹീനത വരുത്തിയെങ്കിലും പണ്ട് ഹീനത വരുത്തിയെങ്കിലും ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ അത് മഹത്വമായി. ഇതിന്റെ കാരണം എന്നാന്നറിയാമോ? സമയം തക്കത്തിൽ ഉപയോഗിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദുഷ്കാലം ആ സമയം തക്കത്തിൽ, കുഞ്ഞുങ്ങളോടൊക്കെ പറയാം, സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. പഠിക്കേണ്ട സമയത്ത് നന്നായിട്ട് പഠിച്ചോണം, ഉഴപ്പരുത്. ആരാധിക്കേണ്ട സമയത്ത് നന്നായിട്ട് ആരാധിച്ചോണം. സൺഡേ സ്കൂൾ മുടക്കരുത്, പ്രാർത്ഥന മുടക്കരുത്, കൂട്ടായ്മ മുടക്കരുത്, ആരാധന മുടക്കരുത്. നിങ്ങൾ അങ്ങനെ ഉത്സാഹത്തോടെ നിന്നാൽ നിങ്ങളുടെ ബലഹീനത മാറ്റി ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ പോകുന്നിടത്തൊക്കെ നിങ്ങൾ അനുഗ്രഹ വിഷയമാകും. ദുഷ്കാലമാകയാൽ ഒരു പോയിന്റ് പറയാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിവുള്ളത് കൊണ്ട് മറ്റേ ഭാഗത്തോട്ട് വരുന്നില്ല. കർത്താവ് ബെഥാന്യയിൽ വന്നു. ലാസർ മരിച്ചു, ഉയർത്തു. ലാസറും പന്തിയിൽ ഇരിപ്പുണ്ട്. കർത്താവ് അവിടെ വന്നപ്പം മറിയ ഒരു വെങ്കൽ ഭരണി, ഒരു ഭാഗത്ത് അങ്ങനെ സ്വച്ഛ ജഡമാംസി തൈലം അവിടുത്തെ കൊണ്ട് പൂശി. അപ്പം ശിഷ്യന്മാരെല്ലാവരും ഉണ്ട്. ട്രഷാർ അവിടെ ഇരിപ്പുണ്ട്. എന്റെ ചിന്ത, ഈ യൂത സിയക്കാരനാണോ എന്നൊരു ഡൗട്ടുണ്ട്. മണമടിച്ചപ്പോഴേ പുള്ളി കണക്ക് കൂട്ടി ഇല്ലേ? സുഗന്ധതൈലത്തിന്റെ സൗരഭ്യം വീട് മുഴുവൻ. അന്നേരം പുള്ളി എന്തോ കണക്കാ പുള്ളി. കർത്താവും ആളും തരവ് അറിഞ്ഞാ ഓരോ കാര്യം ഏൽപ്പിച്ച് കണക്കും തൊപ്പി അറിയാമല്ലാത്ത തന്നെ കണക്ക് കൊടുത്താലോ? കൂട്ടിയാലും ഒക്കുകയില്ല. പണ്ടൊരുത്തം കണക്കെഴുതി പറഞ്ഞ അന്ത്രയോസ് പുണ്യാണ് 500 രൂപ പറ്റെഴുതി വെച്ചതാ. മനസ്സിലായില്ല. അന്ത്രോസ് പുണ്യാളന് ഇത് ഒത്തുവരണ്ടേ? 500 രൂപ ആയിട്ട് എന്ത് ചെയ്ത് ഒക്കുന്നില്ല. എഴുതണമെന്ന് പറഞ്ഞു അന്ത്രോസ് പുണ്യാളൻ. കൃത്യം യൂദായെ തന്നെ ഏൽപ്പിച്ചു. മണമടിച്ചപ്പോൾ ഇവൻ പറഞ്ഞു 300 വെള്ളിക്കാശിന്. ദരിദ്രന്മാരുടെ സ്നേഹമൊന്നും ഉണ്ടാക്കില്ല. എഴുതിയിട്ടുണ്ട്, ഒന്നിവൻ കള്ളനാണ്, 2 പണസഞ്ചി ഇവന്റെ പക്കല, 3 ഡെയിലി ഇരുന്ന് അടിച്ചു മാറ്റുന്നുമുണ്ട്. അങ്ങനെ കർത്താവ് ഇതൊന്നും ചോദിക്കത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ അടിച്ചു മാറ്റുന്നൊന്നും കർത്താവ്, സഭാ കമ്മിറ്റി ചിലപ്പോൾ ചോദിക്കും, യേശു ഒന്നും അങ്ങനെ വിഷയമില്ല. പറയാം അങ്ങനെ തന്നെ കുറച്ചുകൂടെ അടിച്ചു മാറ്റാന്നാ. സ്തോത്രം. പിടികൂടും. ദൈവത്തിന്റെ മഹത്വം പിടികൂടും. അവിടെ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. നാളുകൾ കഴിഞ്ഞു. നിങ്ങൾ വേറെ പുസ്തകം അറിയാമല്ലോ. നമ്മുടെ കർത്താവ് തിരുവെടുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങളിൽ കടന്നു പോയി പീഡകളെല്ലാം സഹിച്ച് ഒടുവിൽ പിടിക്കപ്പെട്ട് ഉപദ്രവങ്ങൾ സഹിച്ച് തിരുവെടുത്തൊരു നിവൃത്തി എന്ന വണ്ണം നമ്മെ രക്ഷിക്കാൻ അവിടുന്ന് തിരുമരണം കൈവരിച്ചു. ക്രൂശിൽ അവിടുത്തെ ക്രൂശിച്ച് ഒടുവിൽ അരിമത്തിയിലെ യോസേഫും രാത്രി വന്ന് നിക്കോദമസും കൂടെ ആലോചിച്ച് രാജാവിനോട് അനുവാദം വാങ്ങി അവിടുത്തെ തിരുശരീരം ക്രൂശി നടക്കുകയും സുഗന്ധ
നിർമ്മലശീലയ്ക്കകത്ത് പൊതിഞ്ഞ് യോസേപ്പിന്റെ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു, കല്ലുമൊക്കെ വെച്ചു, പടയാളികളെ കാവലേർപ്പെടുത്തി. വിവരിക്കുന്നില്ല. മുദ്രയൊക്കെ വെച്ചു. ആ സഹോദരിമാർക്ക് ആർക്കും ഉറക്കം വരുന്നില്ല. അവതുങ്ങൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പം കല്ലറയിലോട്ട് ഓടി. വെറുതെ അല്ല ഓടി. എങ്ങനാ? ഉറക്കെ പറ. ഒരുക്കിയ സുഗന്ധവർഗം. നമ്മള് ചുട്ടിട്ടൊക്കെ വീട്ടിൽ പാടുവായിരുന്നു. മക്തൽ മേരി അതിരാവിലെ മതി 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 മതി. അപ്പം പിന്നെ എനിക്കത് അറിയണ്ടേ. അപ്പം അതിരാവിലെ മറിയയുടെ നേതൃത്വത്തില മക്തൽ മേരി ഇവരെല്ലാം ഒരുക്കിയ സുഗന്ധവർഗമായിട്ട് കല്ലറിലോട്ട് ഓടുക. ആരൊക്കെയാ ഓടിയത്? സഹോദരിമാര് പറ. സഹോദരന്മാര് പറയരുത്. മക്കളെ കാര്യത്തിൽ മറിയ, പിന്നെ മറ്റേ മറിയ, പിന്നെ മറ്റേ മറിയ, പറഞ്ഞു. ശലോമ, പിന്നെ യോഹന്ന, പിന്നെ ആട്ടെ ഈ 9:30 ഇത്രയും ഒപ്പിച്ചല്ലോ. മത്തന്നക്കാരത്തി മറിയ, മറ്റേ മറിയ, ശലോമ, യോഹന്ന, സൂസന്ന. അതിനെ പുള്ളിക്കാരോട് വലിയ താല്പര്യമില്ലേ? അത് ഇരുട്ടത്ത് പോയതാ. ഈ സ്ത്രീകളെല്ലാം ഒരുക്കിയ സുഗന്ധവർഗമായിട്ട് കല്ലറയ്ക്ക് ചെന്നു. എന്നാലേ മൊത്തം വായിക്കാന്ന് വരുന്നു. ഇപ്പൊ ഏത് ഭാഗം വായിക്കാം? ഇങ്ങോട്ട് നോക്ക്. ഒരുക്കിയ സുഗന്ധവർഗമായിട്ട് ഈ സഹോദരിമാരെല്ലാം കല്ലറയ്ക്ക് ചെന്നു. എന്നാൽ ആ കൂട്ടത്തില് മത്തന്നക്കാരത്തി മറിയ, മറ്റേ മറിയ, സൂസന്ന, ശലോമ, യോഹന്ന, ചില സ്ത്രീകള്. എന്നാൽ ബഥാന്യയിലെ മറിയ ആ കൂട്ടത്തിൽ പോയില്ല. അതിന് ഉറക്കെ പറ. അവള് നേരത്തെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ബഥാന്യയിലെ വീട്ടിൽ യേശു വന്ന് പന്തിക്കിരുന്നു. ലാസർ പന്തിക്കിരുന്നപ്പോൾ അവള് എന്ന് പറഞ്ഞ് കർത്താവ് ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ വചനം പഠിപ്പിക്കുമ്പോൾ അവൾ ഇങ്ങനെ പാതപ്പെടുത്തിയിരിക്കുക. അവിടുന്ന് വരുന്നതെല്ലാം നോട്ട് ചെയ്യുക മാത്രമല്ല, മുഴുവൻ വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോൾ അവിടുന്ന് ഗുരു വന്നിരുന്ന് പറയും, മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടാൻ പോകുക, ക്രൂശിക്കപ്പെടാൻ പോകുക, യോന മത്സ്യത്തിന്റെ ഉദരത്തിരുന്ന് പോലിരിക്കും, ഈ മന്ദിരം പൊളിക്കും, 3 ദിവസം കൊണ്ട് പണിയും, ക്രൂശിക്കും, ഏൽപ്പിക്കും, പിടിക്കും, കൊല്ലും. ഇതെല്ലാം മറിയ ഇങ്ങനെ ഗ്രഹിച്ചു. ഏതാണ്ട് സമയം അടുത്തു വരുന്ന നമുക്കും വചനമൊക്കെ കേൾക്കുമ്പോൾ ഒരു മണമടിക്കും. അപ്പം വീട്ടിൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഭൂതന്മാരുടെ പ്രകൃതിയും റോമാഗമനത്തിന്റെ ഭരണവും സാഹചര്യങ്ങളിലൊക്കെ കണക്കിലെടുത്തമ്മ മറിയയ്ക്ക് മനസ്സിലായി, അവിടുന്ന് ഇനി അഥവാ മരിച്ചാൽ ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റിയൊന്നോ പോകാനൊത്തൊന്നോ ചിലപ്പം വരികയില്ല. അവൾ കരുതി വെച്ചിരുന്ന സുഗന്ധവർഗം, ഒരു യഹൂദന്റെ 1 വർഷത്തെ ജോലി ചെയ്താൽ കിട്ടുന്ന ഈ 300 വെള്ളിക്കാശ് 1 വർഷത്തെ മുഴുവൻ പ്രയത്ന ഫലമാണ്. അത് മുഴുവൻ കൊണ്ട് ഗുരുവിന്റെ പാദത്തിൽ ചുംബിച്ചു. അവള് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. സഹോദരിമാരുടെ ഒരു കാര്യം പറയാം, സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. എപ്പോഴും അവസരം കിട്ടിയെന്ന് വരികയല്ല. ദൈവദാസന്മാരോട് പറയാം, കുഞ്ഞുങ്ങളോട് പറയാം, മക്കളെ സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. നഷ്ടപ്പെട്ടു പോകുന്ന സമയം നമുക്ക് തിരിച്ചു കെട്ടുകയല്ല. കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ വേദപുസ്തകം വായിക്കണം, കൈക്ക് ആക്കമുള്ളപ്പോൾ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ശബ്ദമുള്ളപ്പോൾ ഹല്ലേലൂയ പറയണം. ഒരാളോട് സുവിശേഷം പറയാൻ അവസരം കിട്ടിയ അന്നേരം പറഞ്ഞോണം. സമയം നഷ്ടപ്പെടുത്തരുത്, സമയം തക്കത്തിൽ ഉപയോഗിക്കാം. 2ാം ഭാഗത്തേക്ക് ഞാൻ വരുന്നില്ല. ഇപ്പൊ തന്നെ അല്പസമയം മുമ്പോട്ട് പോയെങ്കിലും നിങ്ങളെല്ലാം സഹകരിച്ചതിന് നന്ദി. ദൈവം നമുക്ക് തരുന്ന ആയുസ്, ആരോഗ്യം, പണം, അവസരം, സമയം, നമ്മുടെ വീട്, വണ്ടി, എല്ലാം 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 നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാം. നമുക്ക് നിത്യതയിലെത്തണം, വിശ്വസ്തരായി ജീവിക്കാം, കർത്താവിനെ സേവിക്കാം, യേശുവിനെ ആരാധിക്കാം. എല്ലാവരും അല്പസമയം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആ പഴയ പാട്ടിന് 2 ചരണം. അല്പകാലം മാത്രമേയുള്ളൂ നാം എത്ര വേഗം കൃത്യമായി അല്പകാലം പ്രമേയുള്ളൂ നാം എത്ര വേഗം കൃത്യമായി
ഓ എത്ര നാല് ലഭിച്ചിടുമോ രക്ഷകന്റെ എത്ര നാല് രക്ഷകന്റെ പുത്രത്വത്തിൽ നാം വേല ചെയ്യാം പുത്രത്വത്തിൽ ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേല ചെയ്യുവീനാമേ വീണ്ടെടുക്കാം വേഗമുണർന്നു ഈ ലോകരാജ്യം അസ്തമിക്കാറായി അജം വേഗമീതാ അമീക്കാറായി ലോകരാജ്യം ചൂടമാല വൈഡപാല വീരപാല വൈഡപാല വീരപാല ഓ പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ തന്റെ പാപമില്ല പാരിടത്തിൽ വന്നു തന്റെ പാവനമായി പാവനരെ ചേർത്തിടുവാൻ പാവനമായി ചേർത്തിടുവാൻ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ കൂടമാന വൈഡപാല വീരപാല ഓ അപ്രകാമി സഖാക്ക് യാക്കോബ് എന്നീ വിശുദ്ധരെത്ര നാളായി വീട്ടോ ആമേൻ അപ്രകാമി സഖാക്ക് യാക്കോബ് കൂടമാന വൈഡപാല വീരപാല വൈഡപാല വീര ഓ കാത്തു നിന്നിടുന്ന സോദരാനി ഓ റിബലബ ദൂരബാല വൈഡബാല വീര ഉടബാല വൈഡബാല വീരബാല വൈഡബാല വീരബാല ഏലയു വാർത്തലം പേടിഞ്ഞോ പോകാം പൂർത്തിയായി ഓ നിഞ്ഞോ പോകാം വീണ്ടെടുക്കപ്പെട്ട ഉടബല ബലബല വീരബല ബലബല വീരബല ബലബല ഉടബല ബലബല വീരബല ബലബല വീരബല വീരബല വീര ഓ റിഗബല ബടബല വിരി വിരി നിഗബല ഓ റിബിക ബടബടബല ദിരിബിക ബടബടബല അന്തൽ കൈഡ ബലബടബല ധീര ബലവൽച്ച ഓ റിബിക ബടബടബല ബടബല ദിരി തിരി 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 ഊഡാരാ ബാബാ ശകാരാ ബാബാ സീബാരാ ബാബാ വീരാ ബാബാ ശീ ബി 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 ഓ റിബൽ കമന ബടബല ദിരിബിക ബടബട അന്തൽ കൈഡ ബലബടബല ധീരവച്ച സൈദൽ തുടതുരി മവചജാല ഗടഗലഗദനഗസി ഓ റിബിക ബടബടബല ദിരിബിക ബടബടബല അടയാദനയ റിഗദല ബലബല വിരിവിരി ഓ റിബടബടബല തിരി 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 ജീസസ് 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 ഓ റീബാ ബാബാ ബാബാ ശീകാരാ ബാബാ ഊരബടബല ബടബല ബല ദിരിബിക ബടബടബല ബടബല ദിരിബിക ബടബടബല ബല ദിരബല ബടബല ബടബല അന്തൽ കൈഡ ബല ബടബല ധീരവച്ചസ് ഉട തുരി 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 ഓ റിബട ബടബല ബടബല ദിരിബിക ബടബടബല ബടബല ഔഡബൽകന ദുരിബിരിബിക ബടബടബല ബഷ് കരമുയർത്തി ഹല്ലേലൂയ പാടാ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം നഫ്താലിയെ പോലെ ബദാനികളെ മറിയെ പോലെ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. വാത്സല്യ പൊന്നച്ചായനും കുടുംബത്തിനും ഈ സഭയുടെ ശുശ്രൂഷകന്റെ സ്നേഹിതൻ അലക്സ് കുട്ടി കുടുംബം ആമേൻ മറ്റ് കർത്തദാസന്മാർ എന്റെ കൂടെ വന്ന ദൈവദാസന്മാർ ദൂരത്തുനിന്ന് ഓൺലൈനിൽ സംബന്ധിച്ച ദൈവമക്കൾ എല്ലാവർക്കും നന്ദി. പ്രാർത്ഥനയിൽ വീണ്ടും ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ബുധനാഴ്ച വെളുപ്പിനെ നാട്ടിലേക്ക് പോകുന്നു. യാത്രയോർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ബുധനാഴ്ച വൈകുന്നേരം നടത്ത കൺവെൻഷൻ ഉണ്ട്, അതിനുവേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.